സ്മൈലിന്റെ സംഘാടകരെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ശ്രോതാക്കളെയും എല്ലാവരെയും ഒന്നുകൂടി നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് കടക്കുന്നു. നമുക്ക് ഇന്നിപ്പോ പഠിക്കാനുള്ളതല്ല, ഓർക്കാതെ പറഞ്ഞു പോയതാണ്. ടീച്ചേഴ്സിന്റെ ഒരു സ്വഭാവമാണിത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഗുഹയുടെ കഥ എന്ന് പറയുന്ന ഒരു കവിതയാണ്. അതിന് മുമ്പായിട്ട് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് എല്ലാവരും വിശദമായിട്ട് പറഞ്ഞു. അവിടെ പരാമർശിക്കാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. കവി എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും അദ്ദേഹത്തിന്റെ പ്രഭാവവും നമുക്ക് കവിതയിലൂടെ ആസ്വദിക്കാം. ഇതല്ലാതെ അദ്ദേഹത്തിന്റെ ജീവചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ ഞാനൊന്ന് അനുസ്മരിച്ചുകൊള്ളട്ടെ. 1919 കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എഴുതുന്നത്. അതിനുശേഷം സ്ത്രീയെക്കുറിച്ച്, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വിശദമായിട്ടും വളരെ പ്രൗഢമായിട്ടും വളരെ ഗംഭീരമായിട്ടും പറയുന്ന, ചിത്രീകരിക്കുന്ന ഒരു കവിത സഹോദരൻ അയ്യപ്പനുണ്ട്. സഹോദരി കുറത്തി എന്നാണ് എൻ്റെ പേര്. പുരുഷന്റെ അടിമയായി കിടക്കാനുള്ളവളല്ല സ്ത്രീ എന്നും, അവൾ വെറും ഒരു പാവയല്ല എന്നും, അവൾക്കൊരു മനസ്സുണ്ടെന്നും, ആ മനസ്സിൽ വികാര വിചാരങ്ങൾ ഉണ്ട് എന്നും ഒക്കെ ആ കവിതയില് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ സഹോദരൻ അയ്യപ്പന്റെ ചരിതം ഇവിടെ നേരത്തെ ഉള്ളവർ സൂചിപ്പിച്ചതുപോലെ ഗുരുവിൽ നിന്ന് കുമാരനാശാനിലൂടെ സഹോദരൻ അയ്യപ്പനിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഒരു കുട്ടിയായിരുന്ന കാലത്തെ തന്നെ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ മാഷ്. അപ്പൊ അയ്യപ്പൻ മാഷ് പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട്, അന്ന് പ്രീ ഡിഗ്രി ഇല്ലല്ലോ, പ്രീ യൂണിവേഴ്സിറ്റി കഴിഞ്ഞതിന് ശേഷം പഠിക്കാനുള്ള ഒരു സജ്ജീകരണം ഒന്നും കുടുംബത്തിൽ ഇല്ലാതിരുന്നത് കൊണ്ട് കുമാരനാശാന്റെ അടുക്കല് ഗുരു പറഞ്ഞു വിടുകയാണ്. ഗുരു എങ്ങനെയാണോ ഡോക്ടർ പൽപ്പുവിനെ അതിന്റെ അടുക്കല് കുമാരനാശാനെ ഏൽപ്പിച്ചത്, അതുപോലെ കുമാരനാശാന്റെ അടുക്കലേക്ക് അയ്യപ്പനെ പറഞ്ഞു വിടുന്നു. അപ്പൊ തിരുവനന്തപുരത്താണ്, യൂണിവേഴ്സിറ്റി കോളേജിലാണ് ശരിക്കും അദ്ദേഹം തൻ്റെ ഡിഗ്രി പഠനം കാഴ്ചവെക്കുന്നത്. സംസ്കൃതവും ചരിത്രവും എടുത്തുകൊണ്ടാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കുന്നത്. അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അന്ന് ആശാൻ കൊടുത്ത ഒരു 100 രൂപ, ആ 100 രൂപയായിരുന്നു അന്നത്തെ എൻ്റെ മൂലധനം എന്ന് അദ്ദേഹം വളരെ കൃതജ്ഞതയോടുകൂടി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡിഗ്രി പഠനം കഴിഞ്ഞ് നടന്നപ്പോൾ ഗുരു അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, തിരിച്ച് ചെറായിലെത്തി, അന്നും വളരെ സജീവമായിട്ട് സമൂഹ മധ്യത്തിലുണ്ട് അയ്യപ്പൻ മാഷ്. അപ്പൊ ചെറായിൽ എന്ന ഗുരു വരുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അവിടേക്ക് ചെല്ലുകയും ഗുരുവിന്റെ അടുക്കൽ എത്തുകയും ചെയ്തു. ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ മതിയോ അയ്യപ്പ എന്നാ ഗുരു ചോദിച്ചു അത്ര. അപ്പോഴ് അയ്യപ്പൻ മാഷ് പിന്നെ പറയുന്നുണ്ട്, പ്രസംഗിച്ച് നടന്നാൽ പോരാ എന്ന് എനിക്കും അറിയാം, പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഗുരു ഒട്ട് അത് പ്രത്യക്ഷമായിട്ട് പറഞ്ഞതുമില്ല. പക്ഷെ ഗുരുവിന്റെ ആ ചോദ്യം ഉണ്ടല്ലോ, ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ മതിയോ അയ്യപ്പ എന്ന് പറയുന്ന ആ ചോദ്യം, അതിലുണ്ടായിരുന്നു അതിന്റെ ഉത്തരവും. പ്രസംഗമല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ പ്രവൃത്തിയാണ് വേണ്ടത്. ഇത് അദ്ദേഹം മനസ്സിലാക്കി.
അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ സമുദായ മധ്യത്തിലേക്ക് അവസരും ആലംബഹീനരുമായ ആളുകൾക്ക് താങ്ങായിട്ട്, തണലായിട്ട് പ്രവർത്തിക്കാമെന്ന് ഉള്ളുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് നമ്മുടെ ഗുരുദേവന്റെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് ഇദ്ദേഹം സമൂഹ മധ്യത്തിലേക്ക് കടന്നു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രജാസഭാ മെമ്പറായിരുന്നു, തിരുക്കൊച്ചിയിലെ മന്ത്രിയായിരുന്നു. അങ്ങനെ ഒരുപാട് വ്യക്തിത്വത്തിന്റെ വിഭിന്ന തലങ്ങൾ അദ്ദേഹത്തിനുണ്ട്. തൊഴിലാളി സംഘം എന്ന് പറയുന്ന ഒരു സംഘം, ഈ ട്രേഡ് യൂണിയൻ ഒക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് അദ്ദേഹം രൂപീകരിച്ചിരുന്നു. തൊഴിലാളി സംഘം. അപ്പൊ നേരത്തെ അദ്ദേഹം ഈ സഹോദരൻ എന്ന് പറയുന്ന ഒരു പത്രം നടത്തിയിരുന്ന കാര്യം സൂചിപ്പിച്ചുവല്ലോ. വേലക്കാരൻ എന്ന് പറയുന്ന ഒരു പത്രവും അദ്ദേഹം ഇറക്കിയിരുന്നു. തൊഴിലാളികൾക്ക് വേണ്ടി ഇറക്കിയതാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇറക്കിയതാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവർക്ക് സ്വാതന്ത്ര്യബോധം ജനിപ്പിക്കാൻ വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവര് തന്നെ സംസാരിക്കാനായിട്ട് ഒക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇറക്കിയിരുന്ന ഒരു പത്രമായിരുന്നു വേലക്കാരൻ. അന്ന് വായിച്ചവർ പറയും അതിന്റെ അന്നത്തെ വില എന്ന് പറയുന്ന കാലണയാണ്. അന്നണയാണല്ലോ, കാലണയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൽ ഉടനീളം പിന്നാക്കക്കാരായ ആളുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു ത്യാഗി വര്യനാണ് യഥാർത്ഥത്തിൽ സഹോദരൻ അയ്യപ്പൻ. അന്ന് അദ്ദേഹം പ്രജാസഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഗോശ്രീ പാലം വരുന്ന ആ സമയമാണ്. അപ്പൊ 48 ഈ പാലം ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ട് 49 അതെല്ലാം പോയി. അന്ന് സ്വരൂപിച്ചു വെച്ചിരുന്ന പൈസയും പോയി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അന്ന് ഇദ്ദേഹം 2 പാലങ്ങൾ, ഇന്നത്തെ ഒരു സഹോദരൻ അയ്യപ്പൻ റോഡുണ്ടല്ലോ, ആ സഹോദരൻ അയ്യപ്പൻ റോഡ് ആദ്യം, സഹോദരൻ അയ്യപ്പൻ റോഡല്ല, ആ റോഡ് ഉണ്ടാക്കാനായിട്ട് ഇദ്ദേഹം 2 പ്രപ്പോസലാണ് വെക്കുന്നത്. അതിൽ ഒന്ന് വൈപ്പിനിലേക്കുള്ള ഒരു റോഡ്, അത് കഴിഞ്ഞിട്ട് ശരിക്കും ഇന്നത്തെ സഹോദരൻ അയ്യപ്പൻ റോഡ് നിൽക്കുന്ന ആ ഒരു. അപ്പൊ ആ സമയത്ത് ഈ പിന്നെ വൈപ്പിനിലേക്കുള്ള റോഡെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി മഹാരാജാവിന്റെ മകൻ അവിടെ താമസിക്കുന്നുണ്ട്. ഈ റോഡ് വന്നാല് അദ്ദേഹത്തിന്റെ വീട് പോകും. അപ്പോഴേക്കും അദ്ദേഹം ആകെ ബേജാറായിട്ട് ചെന്ന് അച്ഛനെ കണ്ടിട്ട് പറഞ്ഞു, ഇങ്ങനെ ഈ സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ ഒരു പിന്നെ റോഡ് കൊണ്ടുവരുന്നുണ്ട്, പോകും, എൻ്റെ വീട് പോകും എന്ന് പറഞ്ഞു. അങ്ങനെ മഹാരാജാവ് വിളിപ്പിച്ചിട്ട് ചോദിച്ചു, നമുക്ക് ഇത് 2 റോഡിന്റെ പ്രപ്പോസൽ വെച്ചല്ലോ, ഒരു റോഡ് പോരെ അയ്യപ്പ? മതി, ഒരു റോഡ് മതി. അത് ഈ വൈപ്പിനിലേക്കുള്ള റോഡ് നമുക്കങ്ങ് മാറ്റിക്കൂടെ? മാറ്റാം. സഹോദരൻ അയ്യപ്പൻ ഒരു ദീർഘവീക്ഷണം നമ്മൾ ആലോചിക്കണം. 2 കൊണ്ടു ചെന്നാൽ ഒന്നിനെങ്കിലും അനുമതി കിട്ടുമെന്നറിയാം. അപ്പൊ ഈ റോഡ് എങ്ങനെയാണ് പോകുന്നതെന്നറിയാമോ? നമ്മൾ ഇന്ന് ആലോചിക്കണം. ഈ റോഡ് പോകുന്നത് യഥാർത്ഥത്തിൽ സഹോദരൻ അയ്യപ്പന്റെ വീടിന്റെ പോർട്ടിക്കോയിൽ തട്ടിക്കൊണ്ടാണ് പോകുന്നത്. അന്നത്തെ ചീഫ് എഞ്ചിനീയർ ചോദിച്ചു, ഇത് നമുക്കൊന്ന് വളച്ചു കൊണ്ടുപോയാൽ പോരെ സാറേ, അതല്ലേ നല്ലത്? അപ്പോ സഹോദരൻ അയ്യപ്പൻ തിരിച്ചു ചോദിക്കുകയാണ്, അപ്പുറത്ത് ആ പാവം അയ്യരുടെ വീട്, അതപ്പോ മൊത്തം പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? വേണ്ട, എന്റെ പോർട്ടിക്കോ തന്നെ എടുത്തു പോട്ടെ, ഞാൻ സഹിച്ചുകൊള്ളാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇന്നത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കള്, ഏതെങ്കിലും മന്ത്രിമാര്, ഏതെങ്കിലും ജനപ്രതിനിധികള് സ്വന്തം വീട് ഈ വിധത്തിൽ അപകടപ്പെടുത്തിക്കൊണ്ട് ഒരു റോഡ് ഉണ്ടാക്കും എന്ന് ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും വിചാരിക്കുന്നതായിട്ട് നമുക്കറിയാം? അതായിരുന്നു സഹോദരൻ അയ്യപ്പൻ. അപ്പോ ശരിക്കും ഇദ്ദേഹം പറയുന്ന കണക്ക് ഗുരുദേവനെ പറയുന്നല്ലോ, വിമലത്യാഗമേ എന്ന് പറയുന്നുണ്ടല്ലോ, കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ വിമല ത്യാഗം എന്ന് പറയുന്ന ആ ഒരു സ്വഭാവം ജീവിതത്തിൽ ഉടനീളം പ്രദർശിപ്പിച്ച ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ.
ശരിക്കും പിന്നാക്കക്കാരായ ആളുകൾക്ക് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, നിന്ദിതരും പീഡിതരും തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരും ഒക്കെ ആയ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച് ഒഴിഞ്ഞു വെച്ച് ഗുരുവിന്റെ വചനങ്ങൾ അതുപോലെ കേട്ട ഒരു വ്യക്തി കൂടിയാണ് ശ്രീ അയ്യപ്പൻ. അദ്ദേഹം കവി എന്നുള്ള രീതിയിൽ ശരിക്കും സമുദായോദ്ധാരകൻ എന്നുള്ള രീതിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ കവി എന്നുള്ള രീതിയിൽ അത്രയേറെ വൈഭവമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. സഹോദരൻ അയ്യപ്പന്റെ തട്ടകം എന്ന് പറയുന്നത് സമുദായ പരിഷ്കരണമാണ്. ജോസഫ് മുണ്ടശ്ശേരി പറഞ്ഞതുപോലെ ആ മഹാപുരുഷന്റെ കൊളുത്തിയ തിരിയിൽ നിന്ന് തെറിച്ചു വീണത് മാത്രമുള്ള വിപ്ലവങ്ങളെ ഈ കേരളക്കരയില് സംഭവിച്ചിട്ടുള്ളൂ ഗുരുവിന് ശേഷം. അപ്പൊ ഗുരു എന്താണോ ആഗ്രഹിച്ചത് അത് പ്രവൃത്തി പഥത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിച്ച ആളായിരുന്നു ശരിക്കും അയ്യപ്പൻ മാഷ്. സഹോദരൻ അയ്യപ്പൻ, പുലയൻ അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന ഈ മഹാനുഭാവൻ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കവിതയില് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒരുമാതിരിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും പറഞ്ഞു, എല്ലാവരും വളരെ പ്രൗഢമായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ ഏതായാലും ഞാൻ ഈ കവിതയിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇത് കവിത കുറച്ച് ഒരു വളരെ നീണ്ടതല്ലെങ്കിൽ കുറച്ച് വരികളുണ്ട്. ഞാനൊന്ന് മിനി ടീച്ചറിനോട് പറഞ്ഞായിരുന്നു കവിത അധികം പേർക്കും അറിയായിരിക്കും. കവിത അറിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ടീച്ചർ ഒരു പക്ഷെ അയച്ചു തന്നിരിക്കാം. ഏതായാലും നമുക്കിനി കവിതയിലേക്ക് കിടക്കാം. അപ്പൊ കവിതയുടെ പേര് ഗുഹയുടെ കഥ എന്നാണ്. അപ്പം നേരത്തെ മിനി ടീച്ചർ പറഞ്ഞതുപോലെ ഇത് ഇദ്ദേഹം അരുവിപ്പുറത്ത് തപസ് ചെയ്ത ഗുഹയിലെ കഥയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഗുഹയുടെ കഥയിലൂടെ ഗുരുവിന്റെ സവിധത്തിലേക്ക് എത്തുന്ന വിധത്തിലാണ് ഈ കവിത ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യകാലത്ത് മരുത്വാമലയില് തപസ്സിന് ശേഷമാണല്ലോ അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്, അരുവിപ്പുറത്തേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ അവധൂതനായിട്ട് നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മരുത്വാമലയില് വെച്ച് അദ്ദേഹത്തിന് ശരിക്കും അവിടെ വെച്ചാണ് യഥാർത്ഥത്തിലുള്ള സമാധി അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. അവിടെ വെച്ചെന്നാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു സംലയനം നടക്കുന്നത്. അതിനെയാണല്ലോ നമ്മൾ സമാധി എന്ന് പറയുന്നത്. ശരിക്കുള്ള സമാധി അതാണ്. മഹാസമാധിയാണ് 1928 സംഭവിച്ചത്. ആ മഹാസമാധി എന്ന് പറയുന്നത് ജീവാത്മാവ് പരമാത്മാവിന്റെ സവിധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാത്ത അവസ്ഥയാണ്. മറ്റേത് രണ്ടും ഇടകലർന്ന ബ്രഹ്മത്തിൽ ലയിച്ചു നിൽക്കുന്ന ജീവാത്മാവിനെയാണ് നമ്മൾ ഈ മരുത്വാമലയിലെ തപസ്സിന് ശേഷം ഗുരുവിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ആ മരുത്വാമലയിൽ വെച്ചാണ് പിന്നെ അയ്യാവ് സ്വാമികളുടെ അടുത്ത് പോയി അവിടെ നിന്ന് മരുത്വാമലയിലേക്ക് പോയി കഠിനമായ തപസ്സാണ്. മരുത്വാമലയിലെ അരുവിപ്പുറത്തെയും തപസ് എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹം ഇരിക്കുന്ന സമയമുണ്ടല്ലോ, ഏറ്റവും അവസാന കാലത്ത് സമാധിയാകുന്ന സമയത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ മൂലാധാരം ഉണ്ടല്ലോ, ആ മൂലാധാരത്തില് ഒരു വലിയ തഴമ്പുണ്ടായിരുന്നു അത്ര. അപ്പൊ ഈ തഴമ്പ് തട്ടുമ്പോഴ് വേദനയുണ്ട്. അന്ന് പ്രായം കുറച്ചായല്ലോ. അപ്പൊ നമുക്ക് വയസ്സാകുമ്പോ തൊലിയൊക്കെ വളരെ മാർദ്ദവമുള്ളതാകും. അപ്പൊ ഈ അദ്ദേഹത്തെ കുളിപ്പിച്ച ശിഷ്യന്മാര് ചോദിക്കുമ്പോൾ പറയും, ഇതാ തപസ് ചെയ്തപ്പോൾ ആ പാറക്കെട്ടിൽ ഒരസി ഉണ്ടായതാണത്രേ ആ തഴമ്പ്. മരുത്വാമലയിലും അരുവിപ്പുറത്തും ഗുഹയിലിരുന്ന് തപസ് ചെയ്തപ്പോ ഉണ്ടായ തഴമ്പാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അദ്ദേഹം ഈ പാടുപെട്ടത് മൊത്തം നമുക്ക് വേണ്ടിയല്ലേ, കേരളക്കരയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി. എന്തെല്ലാം സുഖങ്ങളാ മാറ്റിവെച്ചത്, എന്തെല്ലാം വേദനകളാ സഹിച്ചത്. അപ്പൊ അങ്ങനെ അദ്ദേഹം അങ്ങനെ തപസ് ചെയ്ത ഒരു ഗുഹയുടെ കഥയാണ് ഇവിടെ പറയുന്നത്. അത് അരുവിപ്പുറത്തെ മരുത്വാമലയ്ക്ക് ശേഷം, അരുവിപ്പുറത്തെത്തിയതിന് ശേഷം അവിടെ ഉള്ള ഒരു ഗുഹയില്.
അപ്പൊ ഈ അരുവിപ്പുറത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം, അഗസ്ത്യകൂടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഈ നദി എന്ന് പറയുന്നത് നെയ്യാർ ഇങ്ങനെ ഒഴുകി രണ്ട് വശവും കുന്നുകളാണ്. ആ കുന്നുകളില് ആ സമതലങ്ങളും ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഇങ്ങനെ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ആ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങള് പുല്ലുകള് ഒക്കെ ഉണ്ട്. അതിന്റെ നടുവിലൂടെയാണ് ഒരഞ്ഞാണം ഇട്ട് ഒഴുകുന്നത് പോലെ ഇങ്ങനെ ഒഴുകി വരുന്നത് നെയ്യാറ്. വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇപ്പോഴും. അപ്പൊ അന്നത്തെ കാലത്ത് എന്തായിരിക്കണം, എന്തെല്ലാം പരിഷ്കാരങ്ങളും എന്തെല്ലാം വെട്ടിത്തെളിക്കലുകളും ഒക്കെ നടന്നു, എന്നിട്ടും ഇത്ര സുന്ദരമാണ് എങ്കിൽ അന്നത്തെ കാലം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അവിടെ എങ്ങനെ വരുന്ന അവിടെ വന്ന് പാർക്കെട്ടുകളുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ വന്ന് ഈ ഒരു കുഴിയിലേക്ക് വന്ന് പതിക്കും. ആ കുഴിയാണ് അവിടെ ഇങ്ങനെ പാറക്കെട്ടുകളുണ്ട്, കല്ലുകളൊക്കെ അടുക്കിയിരിപ്പുണ്ട്, അതിന് വഴുക്കലുള്ളതാണ്. ആ കുഴിയാണ് ശങ്കരൻ കുഴി എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ കുഴിയിൽ നിന്ന് ഏതാണ്ട് ഒരു ഫർലോങ് അകലെയായിട്ട് ഒരു 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 പാറ ഇടുക്കുണ്ട്. അതിന്റെ ആ കരയിൽ കിഴക്കോട്ട് തള്ളി നിൽക്കുന്ന ഒരു പാറ ഇടുക്കുണ്ട്. ആ പാറ ഇടുക്കുണ്ടല്ലോ, അതൊക്കെ അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ആ പാറ ഇടുക്കില് അതിന്റെ മുകളില് ഒരു 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 കല്ലിങ്ങനെ നിപ്പുണ്ട്, തള്ളി നിപ്പുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇദ്ദേഹം എന്തിൽ പറയുന്നുണ്ട്, ഒരു കുട പിടിച്ച് നിൽക്കുന്നത് പോലെ, അതൊരു ഒരു 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 മറ പോലെ, എന്തോ ഒരു ആവരണം മുകളിൽ ഇട്ടതുപോലെ ആണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് അവിടെ നിൽക്കാൻ പറ്റൂ, ഇരിക്കാം. അതിന്റെ മുകളിലും ഒരു ഗുഹയല്ല, അവിടെ കുറച്ചുകൂടി സമതലമായ ഒരു പ്രദേശമാണ്. ഈ ഗുഹയുടെ മുകളില് ശരിക്കും ആ കുന്ന് കയറി പോണ അതിന്റെ മുകളിൽ ഈ രണ്ട് സ്ഥലത്തുമാണ് അദ്ദേഹം ഇരുന്ന് തപസ് ചെയ്യുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രങ്ങൾ. അപ്പൊ അതില് ഈ എന്താണ് പിന്നെ നമ്മൾ പറയുന്ന പിന്നെ ഈ ഗുഹയെന്ന് പറയുന്നത് ആദ്യം ഇരുന്നത് ഈ ചെറിയ ഗുഹയിലായിരുന്നു അത്ര. ആ ഗുഹയിലാണ്. അപ്പൊ അവിടെ ആരും കാണയില്ല, സ്വസ്ഥമായിട്ടിരിക്കാം. അധികം നല്ല കാറ്റും നല്ല സുന്ദരമായ ഒരു കാലാവസ്ഥയാണ്. പ്രകൃതി സൗന്ദര്യം ആവോളം അനുഭവിക്കാം. വളരെ ശാന്തസുന്ദരമാണ്. അധികം ആരും അങ്ങോട്ട് വരികയില്ല. അല്പം പൊക്കമുണ്ടല്ലോ, അപ്പൊ അധികം ആരും വരികയില്ല. ഗുരു അങ്ങനെയാണല്ലോ. ശരിക്കും ആദ്യകാലത്തൊക്കെ ആരും ഇല്ലാത്ത സ്ഥലം നോക്കി അദ്ദേഹം പോയി ഇരിക്കുമായിരുന്നു. കുറച്ചുകൂടെ ചെറുതായിരുന്ന സമയത്താണെങ്കിൽ കാട്ടിലൊക്കെയാണ് അദ്ദേഹം പോയിരുന്നത്. ഇതും കാട് പോലെയുള്ള സ്ഥലം തന്നെയാണ്. ഹിംസ്ര മൃഗങ്ങള്, പുലിയും ഒക്കെ ഉണ്ട്. അതോടൊപ്പം മാനും മുയലും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. അതിന് തൊട്ട് മുകളിലും ഒരു സ്ഥലമുണ്ട്. അവിടെയും ഗുരു പോയിരിക്കും. അവിടെ ഗുരു ചെന്നിരിക്കുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം താഴോട്ട് നോക്കും അത്രേ. താഴോട്ട് നോക്കുമ്പോഴേ സാധാരണക്കാരായ ആൾക്കാരുടെ വീടുകൾ കൂണ് പോലെ നിപ്പുണ്ട്. കൂണ് പോലെ, അത്രേ ഉള്ളൂ. വീടെന്നൊന്നും പറയാൻ പറ്റുകയില്ല. അവരുടെ അവസ്ഥ, അന്നത്തെ അവസ്ഥ, അങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്ന ആ ദൈന്യാവസ്ഥ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിക്കുകയും ഒരുപാട് ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഗുഹയിൽ വെച്ചാണ് ശരിക്കും ഇദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ആദ്യമായിട്ട് പറയുന്നതെന്നാണ് അനുഭവസ്ഥര് പറയുന്നത്. അന്ന് നാണിയാശാൻ എന്ന പേരുള്ള ഒരാളുണ്ട് അവിടെ. അപ്പൊ അദ്ദേഹം ആണ് ഈ അരുവിപ്പുറത്തെത്തിയ ഗുരുവിനെ ആദ്യമായിട്ട് കാണുന്നത് ഈ നാണിയാശാനായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അമ്മയാണ് ആദ്യം കാണുന്നത്. അപ്പൊ ഇങ്ങനെ നാണിയാശാൻ ഉണ്ടോ, പേരൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ കൃത്യമായിട്ട് എന്നെങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ വരുമ്പോ ഒന്ന് വരണം, ഞാൻ ആ പാറക്കെട്ടിന് സമീപമുള്ള ഒരു പേരാലുണ്ട്, നേരത്തെ പറഞ്ഞല്ലോ ഈ പിന്നെ കുന്നാണ്, കുന്നിന്റെ സമീപം ഒരു പേരാലുണ്ട്, ആ പേരാലിന്റെ ചുവട്ടിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിനപ്പുറത്താണ് ഈ ഗുഹ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ചെല്ലുമ്പോൾ അവിടെ വൃത്തിയാക്കിക്കൊണ്ട് നിൽക്കുന്ന ഗുരുവിനെയാണ് കണ്ടതെന്ന് നാണിയാശാൻ പിൽക്കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് അദ്ദേഹം എപ്പോഴും ഇരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ താവളം. സത്യം പറഞ്ഞാൽ ഈ ഗുഹ എന്ന വാക്കിന് തന്നെ ഹൃദയം എന്നൊരർത്ഥം കൂടിയുണ്ട്. ഹൃദയം, ബുദ്ധി എന്ന ഒരർത്ഥം കൂടി ഉണ്ട്. ഗുഹ എന്ന് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് പാറക്കെട്ടില് വിടവിനിടയിലുള്ള സ്ഥലം എന്ന അർത്ഥത്തിലാണ് നമ്മൾ സാധാരണയായിട്ട് ഗുഹ എന്ന് പറയുന്നത്. ഗുഹ ഞാനൊന്ന് നോക്കിയപ്പോഴാണ് ശരിക്കും ഹൃദയം എന്ന ഒരർത്ഥം കൂടി ഉണ്ട്.
ബുദ്ധി എന്നൊരർത്ഥവും. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഹൃദയത്തിന്റെ ഈ കേന്ദ്രത്തില്, ബുദ്ധിയുടെ ഈ കേന്ദ്രത്തില്, ഈ പാറക്കെട്ടിന്റെ ഇടയിലുള്ള ഈ വിടവില് അദ്ദേഹം ഇരിക്കുകയാണ്. ഇരുന്ന് ലക്ഷോപലക്ഷം ആളുകൾക്ക് വേണ്ടി ആലോചിക്കുകയും എന്താണ് ആലോചിച്ച കാര്യങ്ങളെല്ലാം പ്രവൃത്തി പഥത്തിൽ എത്തിക്കാൻ വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇനി അതെങ്ങനെയാണ് എന്നത് നമുക്കിനി കവിതയിലേക്ക് കടക്കാം. ഗുരു പണ്ടിരുന്നു തപസ്സു ചെയ്തു പുകളാണ്ടൊരാഗുഹ ഇന്നും നിൽപ്പൂ. ശിലകളിൽ വീണു പതഞ്ഞു ചാടി സ്തുതി ചെയ്തു നെയ്യാറതിന്നു മുമ്പിൽ. അതിനെത്താൻ നോക്കി അനങ്ങിടാതെ മറുകരയുന്നതൻ കൊന്നു നിൽപ്പൂ. ഒരു കൊച്ചു കല്ലാലതിന്നു മീതെ കുടനീർത്തി നിൽപ്പൂ പരമഭക്തൻ. അരികിലെ കോവിലിൽ തൊഴുതു പോവാൻ ദിവസവും കൂടും പല ജനങ്ങൾ. ശിവരാത്രി ഉത്സവം കണ്ടുപോവാൻ പുരുഷാരം കൂടിയിടും കൊല്ലന്തോറും. അവരോടു മൂകമായോതിടുന്നു ഗുഹപൂർവ വൃത്തങ്ങൾ അത്ഭുതങ്ങൾ. ഇത്രയും നോക്കിയിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അപ്പോ അരുവിപ്പുറത്തെ ശങ്കരൻകുഴിക്ക് സമീപമുള്ള കിഴക്കോട്ട് ചാഞ്ഞു നിൽക്കുന്ന പാറക്കെട്ടിലെ വിടവിലുണ്ടായ ഗുഹയിൽ, ആ ഗുഹയാണ് നമ്മുടെ ഗുഹയുടെ കഥയിലെ ഗുഹ എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹം പറയാണ്, ഗുരു പണ്ടിരുന്നു തപസ്സു ചെയ്തു പുകളാണ്ടൊരാഗുഹ ഇന്നും നിൽപ്പൂ. ശിലകളിൽ വീണു പതഞ്ഞു ചാടി സ്തുതി ചെയ്തു നെയ്യാറതിന്നു മുമ്പിൽ. ഒരു പണ്ടിരുന്ന് തപസ് ചെയ്ത ആ ഗുഹ അവിടെ നിൽക്കുകയാണ്. ശിലകളിൽ വീണ, നേരത്തെ പറഞ്ഞതുപോലെ ശിലകൾ കൂർത്ത് മൂർച്ചയുള്ള ശിലകൾ ഇങ്ങനെ ആ ജലധാരയ്ക്ക് മുകളിലൂടെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് കാണാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് തെളിഞ്ഞ വെള്ളമാണ് നെയ്യാറിലെ വെള്ളം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ശിലകളിൽ വീണു പതഞ്ഞു ചാടി സ്തുതി ചെയ്തു നെയ്യാറതിന്നു മുമ്പിൽ. അതിനെത്താൻ നോക്കിയനങ്ങിടാതെ മറുകരയുന്നതൻ കുന്നു നിൽപ്പൂ. കണ്ടോ? അപ്പൊ ആ ഗുഹ ഇവിടെ ഒരറ്റത്തെ ഒരു കുന്നിലാണ് ആ ഗുഹയുള്ളത്. മറുകരയിലും, ഈ നമ്മുടെ നെയ്യാറിന്റെ മറുകരയിലും എന്താണ്, ശരിക്കും കുന്നാണ്. ഈ കുന്നിലെ ഈ ഗുഹയെ നോക്കിക്കൊണ്ട് എതിർവശത്തുള്ള കുന്ന് ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. ഒരു മഹാതപസ്യല്ലേ തപസ് ചെയ്യുന്നത്, ഒരു മഹാഗുരു അല്ലേ അവിടെ ഇരിക്കുന്നത്. വളരെ ബഹുമാനത്തോടുകൂടി ആ ഉന്നതനായ കുന്നും ഇത് നോക്കി നിൽക്കുകയാണ്. ഒരു കൊച്ചു കല്ലാലതിന്നു മീതെ കുടനീർത്തി നിൽപ്പൂ പരമഭക്തൻ. കണ്ട, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാറ ഇടുക്കാണല്ലോ. ആ പാറ ഇടുക്കിലുള്ള അല്പമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ രണ്ട് വലിയ പാറകള്, അതിന്റെ ഇടയിലുള്ള ഒരു വിടവ്, സത്യം പറഞ്ഞാൽ ഒരാളിന് നിൽക്കാനുള്ള ഒരു വലിപ്പം അതിനില്ല. ഇരിക്കാം, വളരെ ഭംഗിയായിട്ട് ഇരിക്കാം. ഈ ഇരിക്കുന്ന ആ മുകളിലത്തെ കല്ലുണ്ടല്ലോ, ആ കല്ല് ഒന്നിങ്ങനെ ചാഞ്ഞു നിൽക്കുകയാണ്, തലയില് ഒരു കുട നിവർത്തി വെച്ചിരിക്കുന്നത് പോലെ. കണ്ടോ?
പ്രകൃതി തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു കുട എന്ന പോലെ അവിടെ ആ കല്ല് അവിടെ നിൽക്കുകയാണ്. ഒരു കൊച്ചു കല്ലാലതിന്നുമീതേ കുട നീർത്തി നിൽപ്പൂ പരമഭക്തൻ. ആ കല്ലൊരു പരമഭക്തന്റെ ഒരു വേഷം ചമഞ്ഞുകൊണ്ട് മനസാ പരമഭക്തനായിട്ട് സ്വയം അനുഭവിച്ചുകൊണ്ട് തന്റെ ഗുരുവിന് ഒരല്പം പോലും നനയരുത്, അല്പം പോലും വെയിൽ കൊള്ളരുത്, അല്പം പോലും മഞ്ഞു കൊള്ളരുത്, അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കരുത്, എന്നെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി, ഈ ജന്മത്തിൽ പറ്റാവുന്നതിന്റെ പരമാവധി സഹായം ചെയ്തു കൊടുക്കാനായിട്ട് അതിന്റെ മുകളില് ഒരു മേൽക്കട്ടിയായിട്ട് ഒരു 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 പരമഭക്തനായ ഒരു കല്ല്, ആ കല്ലിനെ വിളിക്കുന്നത് നോക്കിക്കേ, അദ്ദേഹം വിളിക്കുന്നത് നോക്കിക്കേ, പരമഭക്തൻ. കണ്ടോ, പരമഭക്തനായ ഒരു കല്ല് ഒരു കുട പിടിച്ചു നിൽക്കുന്നത് പോലെ നിൽക്കുകയാണ്. താഴെ ഇരിക്കുന്ന ആളിന് ഒരു കേടുപാടും ഉണ്ടാവരുത്, അദ്ദേഹത്തിന് ഒരസുഖം വരുത്തരുത്, ഒരസ്വസ്ഥതയുണ്ടാകരുത്, അതിനു വേണ്ടി നിൽക്കുകയാണ്. ഇനി അങ്ങനെ തൊട്ടിപ്പുറത്തോ, അരികിലെ കോവിലിൽ തൊഴുതു പോവാൻ ദിവസവും കൂടും പല ജനങ്ങൾ, ശിവരാത്രി ഉത്സവം കണ്ടുപോവാൻ പുരുഷാരം കൂടിയിടും കൊല്ലം തോറും, അവരോട് മൂകമായി ഓതിടുന്നു ഗുഹപൂർവ വൃത്തങ്ങൾ അത്ഭുതങ്ങൾ. എത്രയോ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പ്രതിഷ്ഠ ഉണ്ടാകുന്നത്. പ്രതിഷ്ഠ ഉണ്ടായതിനു ശേഷം അവിടെ ഒരു അമ്പലം ഉണ്ടാകുന്നത്, അമ്പലം ഉണ്ടായതിനു ശേഷം ആളുകൾ അവിടെ വരുന്നത് ഒക്കെ അതിന് ശേഷമാണ്. ശിവരാത്രി എന്ന് പറയുന്നത് ഉത്സവമായിട്ട്, ഒരു ഉത്സവമായിട്ട് 11 ദിവസത്തെ ഉത്സവമായിട്ട് ആഘോഷിക്കാൻ തുടങ്ങിയത് എത്രയോ ശേഷമാണ്. അപ്പൊ അതിന് എത്രയോ ശേഷം വരുന്ന ആൾക്കാരും ഇത് ഈ കല്ല് കാണുകയാണ്. ഈ കല്ലിന് ഒരുപാട് കഥ പറയാനുണ്ട്. ആ ഗുഹയുടെ കഥ, ഗുഹ തപസ് ചെയ്ത മുനിയുടെ കഥ, അദ്ദേഹത്തിന്റെ വൃത്താന്തങ്ങള്, അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങള്, അദ്ദേഹം പ്രവർത്തിച്ച കാര്യങ്ങള്, അദ്ദേഹം ജനതയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച സ്വന്തം ജീവിതത്തിന്റെ കഥ ആ ഗുഹയ്ക്ക് പറയാനുണ്ട്. അവരോട് മൂകമായോതിടുന്നു ഗുഹപൂർവ വൃത്തങ്ങൾ അത്ഭുതങ്ങൾ, പുലി തൊട്ട ഹിംസ്രമൃഗങ്ങൾ രാവും പകലുമീ ഭൂഭാഗം വാണിരുന്നു, പുലി തൊട്ട ഹിംസ്രമൃഗങ്ങൾ രാവും പകലുമീ ഭൂഭാഗം വാണിരുന്നു. ചില്ലറക്കാരല്ല അവിടെ വാണിരുന്നത്. അതൊക്കെയാണ് പുലി തൊട്ട ഹിംസ്ര മൃഗങ്ങൾ, പുലിയും കരടിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗീതാനന്ദ സ്വാമികള് എഴുതിയ ആ ഗുരുവിന്റെ ചരിതത്തിലുണ്ട്. അവിടെ എന്ന് പറയുന്നത് കൊട്ടും കാടാണ്, ആളുകൾക്ക് പോകാൻ മടിയുള്ള, ആളുകൾക്ക് പോകാൻ ഭയമുള്ള, ആളുകൾക്കൊന്ന് നോക്കാൻ കൂടി ഭയമുള്ള ഒരു സ്ഥലമാണ് അത്. അപ്പം പുലി തൊട്ട ഹിംസ്രമൃഗങ്ങൾ രാവും പകലും ഈ ഭൂഭാഗം, രാവും പകലും അവരുടെ ഒരു തേർവാഴ്ചയാണ് അവിടെ നടന്നിരുന്നത്. അവിടേക്ക് പോകാൻ ആളുകൾക്ക് പേടിയാണ്, അവിടെ പോയാൽ തിരിച്ചു വരുമെന്ന് അറിഞ്ഞൂടാ. അവിടെയാണ് ആര് വന്നിരിക്കുന്നത്? നമ്മുടെ മുനി വന്നിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അതുകാലമേകാകി വന്നൊരുത്തൻ ഗുഹ തന്റെ ഇഷ്ട വസതിയാക്കി, നദിയിലിറങ്ങി കുളിച്ചു കേറി ഗുഹ പോകാൻ പോകുന്ന കാന്തിമാനെ, വനദേവതമാർ കൊതിച്ചു നോക്കി നെടുവീർപ്പു നിത്യവും ഇട്ടിരുന്നു. അങ്ങനെയുള്ള ഗുഹയിലാണ്, അങ്ങനെയുള്ള സ്ഥലത്താണ് അതുകാലം, ആ കാലത്ത് ഹിംസ്രമൃഗങ്ങള് രാവും പകലുമെന്നെ വിരാജിച്ചിരുന്ന ആ സമയത്താണ് ഏകാകിയായി വന്ന ഒരുത്തൻ, ഒരാള്, ഒരു മനുഷ്യൻ
ഗുഹ തന്റെ ഇഷ്ടവസതിയാക്കി. വസതി എന്ന് പറയുമ്പോഴ് സത്യം പറഞ്ഞാല് നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോ, ഈ ലോകത്ത് എവിടെ പോയാലും നമ്മുടെ വസതി എന്ന് പറയുന്നത് എത്ര എത്ര വൃത്തിയില്ലാത്തതോ, എത്ര വലിപ്പമില്ലാത്തതോ, എത്ര പരിഷ്കാരമില്ലാത്തതോ ആകട്ടെ, പക്ഷെ നമ്മുടെ വീട്ടിലെ നമ്മുടെ മുറിയിൽ വന്ന് കിടക്കുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്, നമുക്ക് സ്വസ്ഥത കിട്ടുന്നത്, നമ്മളാകുന്നത് അവിടെ എത്തുമ്പോഴാണ്, അല്ലെ? അതുപോലെ അതുകാലമേകാകി വന്നൊരുത്തൻ ഗുഹ തന്റെ ഇഷ്ടവസതിയാക്കി, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട വീടാക്കി മാറ്റി. ഏകാകിയായ ഒരുത്തൻ, ആരും വരാൻ മടിക്കുന്ന ആ വനത്തില്, ആ നെയ്യാറിന്റെ കരയില്, ആ കുന്നുകളുടെ ഇടയിലൂടെ നടന്ന് ഒറ്റയ്ക്ക് കേറി വന്ന്, അവിടേക്ക് വന്ന് ആ പാറ ഇടുക്കിലേക്ക് വന്ന് കഷ്ടിച്ച് നിൽക്കാൻ മാത്രം പാകമുള്ള, നന്നായിട്ട് ഇരിക്കാൻ മാത്രം പാകമുള്ള ആ സ്ഥലം ഉണ്ടല്ലോ, ആ കൊച്ചു സ്ഥലം തൻ്റെ എല്ലാ സൗകര്യമുള്ള ഒരു വീട് പോലെയാക്കി മാറ്റി. നോക്കിക്കേ. അപ്പോ അതുകാലമേകാകി വന്നൊരുത്തൻ ഗുഹ തന്റെ ഇഷ്ടവസതിയാക്കി. നദിയിലിറങ്ങി കുളിച്ചു കയറി ഗുഹ പോകാൻ പോകുന്ന കാന്തിമാനെ വനദേവതമാർ കൊതിച്ചു നോക്കി, നെടുവീർപ്പു നിത്യവും ഇട്ടിരുന്നു. ഗുരുവിന്റെ ആ രൂപത്തെ കുറിച്ച് പറയാത്തവരായിട്ട് ആരുമില്ല. എല്ലാരും പറയും ഗുരുവിനെ നോക്കി നിന്ന് പോകുന്ന പറയും. ശരിക്കും ഗുരുവിന്റെ സൗന്ദര്യം, നമ്മൾ സാധാരണയായിട്ട് സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഒരു ആരാധനയോട് കൂടിയാണ് പറയുന്നത്, അല്ലേ? പക്ഷെ ഗുരുവിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് ബഹുമാനം ഉണ്ടാക്കുന്ന ഒരു സൗന്ദര്യമായിരുന്നു. നമുക്ക് ആദരവ് തോന്നുന്ന, വളരെ സൗമ്യമായ, വളരെ ശാന്തമായ, വളരെ പ്രൗഢമായ, വളരെ ഗംഭീരമായ, ഉന്നതനായ ഒരു കുന്നുപോലെ അങ്ങനെ നിൽക്കും. എന്തൊരു തേജസ്സാണ് ആ മുഖത്തിന്. രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ അഗാധതയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അർത്ഥനിമീലിതമായ നേത്രങ്ങൾ. എന്തൊരു ഭംഗിയാണതിന്, എന്തൊരു ചൈതന്യമാണതിന്. നിറമും സ്വർണത്തെ വെല്ലുന്ന നിറമായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ മുഖം നോക്കുമ്പോൾ ദൈവം നേരിട്ട് അവതരിച്ചതാണോ എന്ന് തോന്നുമെന്നാണ് കുമാരനാശൻ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് തേജസ്വിയായിരുന്നു. അപ്പൊ നദിയിലിറങ്ങി കുളിച്ചു കയറി ഗുഹ പോകാൻ പോകുന്ന കാന്തിമാനെ വനദേവതമാർ കൊതിച്ചു നോക്കി. നോക്കിയതാരാ? സാധാരണ മനുഷ്യൻ നോക്കുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇവിടെ നോക്കിയതാരാ? ദേവതമാരാ. ഏതിന്റെ ദേവതമാർ? വനത്തിന്റെ ദേവതമാര്. വനത്തിന്റെ ദേവതമാര് കൊതിച്ചാണ് നോക്കിയത്. ഇത്ര സുന്ദരനായ ഒരാള്, എന്റെ ദൈവമേ, ഇദ്ദേഹത്തിന് പേടിയില്ലേ? ഇദ്ദേഹം എങ്ങനെ ഈ കൊടുങ്കാട്ടില് രാവും പകലും എന്നുള്ള ഭേദമില്ലാതെ ആ ഗുഹയില് ഇതെങ്ങനെ വാഴുന്നു? എന്തൊരു തേജസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം കുളിക്കാൻ വരുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഈ ശരീരം എന്ന് പറയുന്ന ഒന്ന് കാണാൻ സാധിക്കുന്നത്. അതോ നോക്കി നിന്ന് പോകുന്ന പോലെയുള്ള ആദരവോടുകൂടിയ, പ്രൗഢഗംഭീരമായ സൗന്ദര്യത്തോടു കൂടിയ ദേഹം. അങ്ങനെ വനദേവതമാർ കൊതിച്ചു നോക്കി, നെടുവീർപ്പു നിത്യവും ഇട്ടിരുന്നു. ഒരു കൊതിച്ചു നോക്കി നെടുവീർപ്പിട്ടു. ആരാ? കാര്യം എന്താ? ഇതാരാ? നിത്യബ്രഹ്മചാരിയാ, അല്ലെ? ലോകം കണ്ട നിത്യബ്രഹ്മചാരികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ആളായിട്ടാണ് ഗുരുവിനെ പറയുന്നത്. അതിന്റെ തേജസ്സാണ് ഗുരുവിനുള്ളത്. അപ്പൊ നിത്യബ്രഹ്മചാരിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടത്രേ. എന്താണ്, നമ്മുടെ ആ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ അറിവുണ്ടല്ലോ, അതിങ്ങനെ നമ്മുടെ മാംസത്തിലൂടെ, നമ്മുടെ പിണ്ഡത്തിലൂടെ, നമ്മുടെ അസ്ഥികളിലൂടെ, നമ്മുടെ ഞരമ്പുകളിലൂടെ, നമ്മുടെ രക്തത്തിലൂടെ ഇതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഇതിങ്ങനെ രോമകൂപങ്ങൾ തോറും വിന്യസിച്ചു കൊണ്ടിരിക്കും.
അപ്പൊ അത് കണ്ടപ്പോഴും വനദേവതമാർക്ക് മനസ്സിലായി, നിസ്സാരനല്ല, ആളാരാ, മുനിയാണ്, നിത്യബ്രഹ്മചാരിയാണ്. അവര് നെടുവീർപ്പിട്ടു. ആർക്കെങ്കിലും ഇളക്കാൻ പറ്റുമോ ഈ തപസ്? എത്ര കൊതിച്ചാലും എത്ര മോഹിച്ചാലും ഒരു ചലനം പോലും ആ കൺകളിൽ ഉണ്ടാവുകയില്ല. തെറ്റായ ഒരു നോട്ടം ഉണ്ടാകുകയില്ല, ഒരു ഭാവം ഉണ്ടാകുകയില്ല, ഒരു വികാരം ഉണ്ടാകുകയില്ല. അപ്പൊ അങ്ങനെ അവർ കൊതിച്ചിട്ടും കാര്യമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവരങ്ങനെ നെടുവീർപ്പിട്ട് അങ്ങനെ ഇരുന്നു. ഒന്നിനും നിവർത്തിയില്ലല്ലോ. ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്, ദൈവമേ, ഈ ശാന്തഗംഭീരനായ പ്രൗഢസുന്ദരനായ കോമളനായ ചൈതന്യ സ്വരൂപനായ ഈ മനുഷ്യൻ എങ്ങനെയാണ് അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്? എന്തെങ്കിലും സംഭവിക്കുമോ? നെടുവീർപ്പും അവരിട്ടു. നദിയിൽ പോയി വെള്ളം കുടിച്ചു കയറി ഗുഹയുടെ മുമ്പിലിരുന്നു നോക്കും. നദിയിൽ പോയി വെള്ളം കുടിച്ചു കയറി ഗുഹയുടെ മുമ്പിലിരുന്നു നോക്കും. നദിയിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നത്. അവിടെ നേരത്തെ പറയുന്ന കട്ടുക്കൊടി അല്ലെ, അദ്ദേഹത്തിന് ഈ അടപതിയൻ കിഴങ്ങ് കട്ടുകൊടിയൊക്കെയാണ് ജീവൻ നിലനിർത്താനായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കട്ടുകൊടി ഇടിച്ച് ചതച്ച് പാറക്കെട്ടിൽ വെച്ചാണ് ഇടിച്ച് ചതയ്ക്കുന്നത്. അത് നന്നായിട്ട് ആദ്യം പാറ, എന്തൊരു ശുദ്ധിയാണ് അദ്ദേഹത്തിന്, ഗുരുവിന്, ഭഗവാന്. അത് നന്നായിട്ട് ആദ്യം പാറ കഴുകും, എന്നിട്ട് ഇത് അവിടെ ഇട്ട് ചതയ്ക്കും. ചതച്ചിട്ട് ഇതിന്റെ ഇത് പിഴിഞ്ഞ് ഈ പാറയുടെ പ്രതലത്തിൽ അല്പം കുഴിയുള്ള പാറയുടെ പ്രതലത്തിലേക്ക് ഇട്ടിട്ട് വീഴ്ത്തും. എന്നിട്ട് ചൂട് വരുമ്പോഴേക്കും, കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് അപ്പം പോലെ പൊങ്ങി വരും. ഇതൊക്കെയാണ് കഴിക്കുന്നത്. അല്ലാതെ നമ്മൾ കഴിക്കുന്നത് പോലെ സമൃദ്ധമായ 3 നേരവുമുള്ള എല്ലാവും കൂട്ടിയുള്ള ഒരു ആഹാരവും ഗുരുസ്വാമി കഴിച്ചില്ല. എന്തിനാ ഇങ്ങനെ കഴിക്കാതിരുന്നത്? നമുക്ക് വേണ്ടി, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട്, നമുക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട്, നമുക്ക് വിദ്യ പകർന്നു തരാനായിട്ട്, നമ്മളെ എത്തേണ്ടടുത്ത് എത്തിക്കാനായിട്ട് ഒക്കെയാണ് ഈ ത്യാഗം അദ്ദേഹം ചെയ്തത്. അപ്പം വേറൊന്നും കുടിക്കാനും ഇല്ല. നദിയിലെ വെള്ളമുണ്ട്, ശുദ്ധമായ വെള്ളമാണ്, അതിന് യാതൊരു തർക്കവും. ആ വെള്ളം കുടിച്ചിട്ട് ഗുഹയുടെ മുമ്പിൽ ഇരുന്നൊന്ന് നോക്കും. അവിടെ ഇരുന്ന് നോക്കും. താഴെ കൊച്ചു കുടിലുകളുണ്ട്. കുടിലെന്ന് പോലും പറയാൻ പറ്റാത്ത, കൂണിന്റെ പര്യായങ്ങൾ പോലെ നിൽക്കുന്ന, ദൂരെ നിന്ന കൂണെന്ന പോലെ തോന്നും എന്ന് ആശാൻ പറഞ്ഞതുപോലെയുള്ള കൂണുകളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഇരുന്ന് അദ്ദേഹം താഴേക്ക് നോക്കും. പുലിയുടെ തീക്കണ്ണു രാത്രിയിങ്കൽ മുനി കണ്ടിരുന്നു, മുനി കണ്ടിരുന്നിതു നിർഭയാത്മാ. പുലിയുടെ തീക്കണ്ണ്, പുലിയുടെ തീക്കണ്ണ് രാത്രിയിങ്കൽ. രാവും പകലും എന്നെ പുലി സഞ്ചരിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? പുലിയുടെ കണ്ണ് രാത്രി, നമുക്കറിയാമല്ലോ, പുലിയുടെ ഏറ്റവും ചെറിയ വകഭേദമായ പൂച്ചയുടെ കണ്ണ് രാത്രി എങ്ങനെയാണ് തിളങ്ങുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? അപ്പൊ പുലിയുടേത് എപ്രകാരമായിരിക്കും? ആ തിളക്കം കണ്ടിട്ട് മുനി കണ്ടിരുന്നിതു നിർഭയാത്മാ, നിർഭയനായിട്ടാണ്. ഒരു തന്നെ പറയും, എപ്പോഴാ ഭയം ഉണ്ടാകുന്നത് നമുക്ക്? മറ്റൊരാൾ ഉണ്ട്, രണ്ടാമതൊരാൾ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഭയം ഉണ്ടാകുന്നത്. ഗുരു സത്യം അറിഞ്ഞ ആളാണ്, യഥാർത്ഥത്തിലുള്ള ബ്രഹ്മം മനസ്സിലാക്കിയ, അറിവ് മനസ്സിലാക്കിയ ആളാണ്. രണ്ടാമതൊന്നില്ല, എല്ലാം ഞാൻ തന്നെയാണ്. ജീവാത്മാവും പരമാത്മാവും എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ തന്നെയാണ് അപരനും, അല്ലെ? അങ്ങനെയല്ലേ ഗുരു പറഞ്ഞത്? അതല്ലേ നമ്മുടെ ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്റെ പ്രിയം എന്ന് പറയുന്നത് അപരന്റെ പ്രിയമാണ്. എന്തിന്? ഞാൻ തന്നെ അപരൻ തന്നെയാണ്, അപരനും ഞാനും ഒന്ന് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് പുലി എന്നുള്ള വ്യത്യാസം അവിടെ ഇല്ല. മറ്റൊരു ജീവി, ആ ജീവി എന്ന് പറയുന്ന പരബ്രഹ്മത്തിന്റെ ഒരു പൊരുളാണ്, ഒരു കണികയാണ്. ഉള്ളതാണ്. ഞാനും ആ പുലിയും ഒന്ന് തന്നെയാണ്. ഇനി പുലിയല്ല കരടിയാണ് വരുന്നതെങ്കിലും ഞാനും അതും ഒന്ന് തന്നെയാണ്. നമ്മൾ പേടിക്കുമ്പോഴാണ്, ഒരു നായയാണെങ്കിൽ പോലും നമ്മൾ പേടിക്കുമ്പോഴാണ് അത്
ഭയങ്കരമായിട്ട് വീര്യത്തോടെ ശൗര്യത്തോടെ പാഞ്ഞെടുക്കുന്നത്, അല്ലെ? അല്ലാതെയൊക്കെ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. അതല്ല, സ്വാഭാവികമായിട്ട് നമ്മൾ പറയാം, ഒരു ജീവിയെ നമ്മൾ ഉപദ്രവിക്കാൻ പോകുമ്പോഴാണ് അത് കുടഞ്ഞെഴുന്നേറ്റ് സകല ശക്തിയോടുകൂടിയും പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നത്. പക്ഷെ ഈ പുലിയെ ഇദ്ദേഹം നോക്കുന്നത് യാതൊരു ഭയവുമില്ലാതെയാണ്, മറ്റൊരാളായിട്ടല്ല, തനിക്ക് പ്രിയപ്പെട്ട ഒരാളായിട്ട്. അപ്പൊ പുലിക്കും തോന്നി തന്നെ വളരെ സൗമ്യനായിട്ട്, തന്നെ പോലെ തന്നിൽ ഒരാളായിട്ട് കാണുന്ന ഈ മുനി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തന്റെ കൂട്ടുകാരനാണ്, മറ്റൊരാളല്ല. അപ്പം പുലിയുടെ തീക്കണ്ണു രാത്രിയിങ്കൽ മുനി കണ്ടിരുന്നിതു നിർഭയാത്മാ. പഴമയിൽ സ്തംഭിച്ചു പോയ ചിന്ത തനിയെ സ്വതന്ത്രമായി തീർന്നതിൻ്റെ മഹിതമാം സാധകം ആദ്യമായി ഗുഹ കേട്ടു കേരള ഭൂമിയിങ്കൽ. മതജാതി മോഹങ്ങൾ തീർന്നു മർത്യർ ഒരു ജാതി എന്നഴും ബോധത്തിൻ്റെ മധുരമാം സാധകം ആദ്യമായി ഗുഹ കേട്ടു കേരള ഭൂമിയിങ്കൽ. പുതുദർശനാനന്ദ വേലിയേറ്റം അകമാകെ മുങ്ങി കവിഞ്ഞു പൊങ്ങി. അപ്പൊ അങ്ങനെ പഴമയിൽ സ്തംഭിച്ചു പോയ ചിന്ത. നേരത്തെ പുലിയുടെ കാര്യം പറഞ്ഞു. പുലിക്ക് പോലും തോന്നുന്നില്ല ഇത് മറ്റൊരാളാണെന്ന് തോന്നുന്നില്ല. പഴമക്കാര് പഴമയിൽ സ്തംഭിച്ചു പോയ ചിന്ത തനിയെ സ്വതന്ത്രമായി തീർന്നതിൻ്റെ മഹിതമം സാധകം. സാധകം എന്ന് പറയുന്നത് നമ്മൾ ഉരുവിട്ട് ശരിക്കും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനെയാണ് നമ്മൾ സാധകം എന്ന് പറയുന്നത്. മറ്റൊരിടത്ത് അത് പ്രയോഗിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിൽ നന്നായിട്ട് ഉറച്ചിരിക്കണം. അങ്ങനെയുള്ള ഒരു സാധകം എന്താണ്? ഒരു ജാതി എന്നഴും ബോധത്തിൻ്റെ മധുരമം സാധകം ആദ്യമായി ഗുഹ കേട്ടു കേരള ഭൂമിയിങ്കൽ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന ഈ ആശയം അവിടെ വെച്ചാണ് ഗുരു ആദ്യമായിട്ട് പറഞ്ഞത് എന്നാണ് പറയുന്നത്. പഴയ ആൾക്കാര് ശരിക്കും ചാതുർവർണ്ണ്യവും അതിന് പിന്നാലെ വന്ന ഇരുളാണ്ട നൂറ്റാണ്ടുകളും ഒക്കെ പറഞ്ഞത് ശരിക്കും പല ജാതി ഉണ്ടെന്നും പല മതമുണ്ടെന്നും പല ദൈവമുണ്ടെന്നുമാണ്, അല്ലെ? അങ്ങനെയാണല്ലോ പറഞ്ഞത്. ശരിക്കും ഹിന്ദു മതത്തിൽ തന്നെ യഥാർത്ഥത്തിൽ പല ദൈവങ്ങളും പല അഭിപ്രായങ്ങളും, മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് കൂടി അർത്ഥമുണ്ടെന്ന് ഗുരു പറഞ്ഞു വെച്ചു. അപ്പം പഴമയിൽ സ്തംഭിച്ചു പോയ ചിന്ത തനിയെ സ്വതന്ത്രമായി തീർന്നതിൻ്റെ ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന പഴമയിൽ അടിയുറച്ചു പോയ ആ ബോധം, ബ്രാഹ്മണനെന്ന, ക്ഷത്രിയനെന്ന, വൈശ്യനെന്ന, ശൂദ്രനെന്ന, കുറെ ആൾക്കാര് സവർണനെന്ന, കുറെ ആൾക്കാര് അവർണനെന്ന, ഇങ്ങനെയുള്ള പഴമയിൽ ഉറച്ചുപോയ ആ ബോധം ഉണ്ടല്ലോ, ആ ബോധം സ്വതന്ത്രമായി തീരുകയും അതിന്റെ മധുരമായ മഹിതമായ സാധകം ആ ഗുഹയിൽ നിന്ന് ആദ്യമായി കേൾക്കുകയും ചെയ്തു. പല ജാതി എന്നതിന് പകരം ഗുരു പറഞ്ഞു ഒരു ജാതി. നേരത്തെ പറഞ്ഞു ഞാനും നീയും ഒന്നാണ് എന്നുണ്ടെങ്കിൽ ശരിക്കും പുലിയും പുല്ലും മനുഷ്യനും പക്ഷിയും മൃഗവും എന്ന് വേണ്ട ഈ ഭൂമിയിലുള്ള ചരാചരങ്ങളെല്ലാം ഒന്നാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ജാതിയേ ഉള്ളൂ. ജീവനുള്ളവ എല്ലാം ഒരു ജാതിയാണ്. അപ്പൊ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ സാധകം ഗുഹ കേട്ടു കേരള ഭൂമിയിങ്കൽ. മധുരമായ, ഉദാരമായ, മഹിതമായ ഈ ബോധം, സ്വാതന്ത്ര്യ ബോധം, എല്ലാരും ഒന്നാണ്, പലതില്ല ഇവിടെ ഒന്നേ ഉള്ളൂ,
ഒരു ജാതിയാണ്, ഒരു മതമാണ്, ഒരു ദൈവമാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഒരു അഭിപ്രായം മറ്റൊരു വിധത്തിൽ പ്രകാശിപ്പിച്ചതിന്റെ പേരിലാണ് സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നത് ഗുരുവിനെതിരാണ് എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങിയത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞപ്പോൾ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. ഇത്ര മാത്രമേ ആൾക്കാർ പറയൂ. അതിന്റെ പിന്നാലെ വരുന്ന 2 വരികളുണ്ട്. വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. ഇത്രയും കൂടെ ഉണ്ട്. അത് പറയല, അത് പലരും പറയാറില്ല. അപ്പൊ എന്താണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു പറഞ്ഞപ്പോൾ അതിന് ഘടക വിരുദ്ധമായിട്ടാണോ പറയുന്നത് എന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാകുമാറ് വിധത്തില് സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഇതും ഗുരുവിന്റെ വചനവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പറയുന്നത്? ഗുരുവിന്റെ ധർമ്മം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ധർമ്മയേവ പരം ദൈവം, ധർമ്മമേവ മഹാധനം. ധർമ്മമാണ് ദൈവം, ധർമ്മമാണ് മഹാധനം. സഹോദരൻ അയ്യപ്പനും പറഞ്ഞു, വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം. നമ്മള് യഥാർത്ഥത്തില് മനുഷ്യന് പല ജാതിയും പല മതവും പല ദൈവവുമല്ല വേണ്ടത് എന്നും എല്ലാവരും ഒരു ജാതിയിലുള്ളവരാണ് എന്ന ഒരു ധർമ്മബോധവും ആ ധർമ്മബോധത്തിൽ അടിസ്ഥിതമായ സേവയുമാണ് വേണ്ടത്. മനുഷ്യ സേവയാണ് ഈശ്വര സേവ. ഇതാണ് സഹോദരൻ പറഞ്ഞത്. ഇത് തന്നെയല്ലേ ഗുരുവും പറഞ്ഞത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് എല്ലാവരും ഒന്നാണ് എന്നാണ്. ഇവിടെ ഒരു ജാതിയേ ഉള്ളു എന്നാണ്, ഒരു മതമേ ഉള്ളു എന്നാണ്, ഒരു ദൈവമേ ഉള്ളു എന്നാണ്. പല മതങ്ങൾ ഉണ്ടാകട്ടെ, പല അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷെ അവരെല്ലാം എത്തുന്നത് ഒരു ദൈവത്തിലാണ്. പല നദികൾ ഉണ്ടാകട്ടെ, അന്നെല്ലാം എത്തുന്നത് ഒരു സമുദ്രത്തിലാണ്. ദൈവം എന്ന് പറയുന്ന ഒരു മഹാനുഭാവൻ, ഒരു വളരെ അനുകൂലമായ ഒരു ഊർജം, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി, അതാണ്. അപ്പൊ ശരിക്കും ഗുരു പറഞ്ഞ വളരെ ശാസ്ത്രീയമായ അടിസ്ഥാനത്തില് കണ്ട ഈ കാര്യം ശാസ്ത്രത്തിന്റെ യുക്തിയിൽ തന്നെ പിന്നെ അയ്യപ്പൻ പറഞ്ഞു വെച്ചു. ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, ഗുരു പറഞ്ഞതുപോലെ എല്ലാം ഒന്നാണ്. ഇതാണ് ഗുരു പറഞ്ഞത്. ഇനിയും പറഞ്ഞു, വേണം ധർമ്മം. ആ ധർമ്മം എന്ന് പറയുന്ന ധർമ്മയേവ പരം ദൈവം, ധർമ്മമേവ മഹാധനം, ഗുരു പറഞ്ഞതാണ്. ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയേ, രണ്ടുപേരും ഒരിടത്താ നിൽക്കുന്നത്. അപ്പൊ അന്ന് ഇത് പറഞ്ഞ ഒറ്റ നോട്ടത്തില് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ പറഞ്ഞു, ശരിക്കും ഗുരു ഇങ്ങനെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായിട്ട് അയ്യപ്പൻ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ദൈവം വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഗുരു. അതെന്തെങ്കിലും ചെയ്യണോന്ന് പറഞ്ഞപ്പോ ഗുരു പറഞ്ഞ ഒരു കാര്യമുണ്ട്. അയ്യപ്പൻ എന്ത് പറഞ്ഞാലും ശരി, അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്. നേരത്തെ ആദ്യം കൊടുത്ത ആ ഒരു അയ്യപ്പ പ്രസംഗിച്ച് നടന്നാ മതിയോ എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കണം. പ്രവൃത്തി വേണ്ടേന്ന്. ആ പ്രവൃത്തിയില് ധർമ്മമുണ്ട്, ആ പ്രവൃത്തിയില് പരസേവയുണ്ട്, മനുഷ്യ സേവയുണ്ട്, പാവങ്ങളെ ശുശ്രൂഷിക്കലുണ്ട്, പാവങ്ങൾക്ക് വേണ്ടി സ്വജീവിതം മാറ്റിവെക്കലുണ്ട്. രണ്ടുപേരും പറഞ്ഞു ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ മതജാതി മോഹങ്ങൾ തീർന്നു മർത്യർ ഒരു ജാതി എന്നഴും ബോധത്തിന്റെ മധുരമം സാധകം ആദ്യമായി ഗുഹ കേട്ടു കേരള ഭൂമിയെങ്കൽ പുതുദർശനാനന്ദ വേലിയേറ്റം അകമാകെ മുങ്ങി കവിഞ്ഞു പൊങ്ങി. ഈ ഒരു പുതുദർശനം എന്ന് പറയുന്നത് ആനന്ദത്തിന്റെ വേലിയേറ്റമാണ് ഉണ്ടാക്കിയത്. കേരളക്കരയിൽ ആകപ്പാടെ ഒരു പുതുദർശനം ഉണ്ടാക്കി.
ഇവിടെ ഈ ആൾക്കാര് പറഞ്ഞ് ഈ മേലാളരെ കീഴാളരെ എന്ന് പറയുന്നതെല്ലാം, ഈ ഒരു വിഭജനം ഉണ്ടാക്കിയതെല്ലാം ചില ജാതിക്കാരാണ് എന്നും ചില മതക്കാരാണ് എന്നും അവര് പിടിക്കുന്ന ഈ ദൈവം എന്ന് പറയുന്നത് തങ്ങൾക്ക് അപ്രാപ്യരാണ് എന്ന് പ്രത്യക്ഷമായിട്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്നും ഇവര് തിരിച്ചറിയുകയാണ് ഗുരു ഇത് പറഞ്ഞപ്പോഴും. അപ്പോഴ് ഇതിലൊന്നും കഴമ്പില്ല. ഗുരു പറയുന്ന വാക്കിൽ മാത്രമാണ് കഴമ്പുള്ളത്. ഇവിടെ ഒരു ജാതിയുള്ളത് മനുഷ്യജാതിയാണ്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ, അല്ലെ? അപ്പൊ ഇത് മനുഷ്യർക്ക് ഒരു ആനന്ദത്തിന്റെ വേലിയേറ്റം ഉണ്ടാക്കി. മനന നിമഗ്നം മാമുനിക്ക് നിമിഷങ്ങൾ പോലെ ദിനങ്ങൾ പോയി. മനന നിമഗ്നനായ ആ മാമുനിക്ക്, അദ്ദേഹം മനന നിമഗ്നനായിട്ടിരുന്നു. ശരിക്കും അദ്ദേഹം ഇങ്ങനെ രാവും പകലും ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സമയം തികയുന്നില്ല അദ്ദേഹത്തിന്. ധ്യാനമുണ്ട്, പ്രവൃത്തിയുണ്ട്, വരുന്ന ആളുകളെ ശുശ്രൂഷിക്കുക, എന്തെല്ലാം കാര്യത്തിന് അവിടെ ആൾക്കാർ വന്നിരുന്നത്. ചിലർക്ക് രോഗം മാറ്റണം, ചിലർക്ക് ജീവിത സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം, ചിലർക്കൊന്ന് കണ്ടാൽ മതി, ഒരു ദർശനാനുഭൂതി കിട്ടിയാൽ മതി. ചിലർക്ക് തനിക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങള് ഗുരുവിന്റെ അടുക്കൽ വരുമ്പോൾ മറന്നു പോകും. ഗുരുവിനെ ഒന്ന് കണ്ട് സായുജ്യം അടഞ്ഞു പോകുന്ന എത്രയോ പേരുണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നിമിഷങ്ങൾ, ദിനങ്ങൾ, നിമിഷങ്ങൾ പോലെ ദിനങ്ങൾ പോയി. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. മുനികാട്ടിൽ വാഴുന്ന വാർത്തയോരോ കഥയോടുകൂടി നടന്നു നാട്ടിൽ. വ്രതമാർന്നു സ്വാമിയെ കൈവണങ്ങി നലമേലനാടുകൾ വന്നു നിത്യം. അങ്ങനെ ഇങ്ങനെ ഒരു മുനി വന്നിരിക്കുന്നു, ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള ഈ മുനിയെ കാണാനായിട്ട് വന്നു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും. മുനിക്ക് അങ്ങനെ ഒരു ദൂര ദർശന തത്വം ഉണ്ടായിരുന്നു, ദീർഘവീക്ഷണ പാഠവം ഉണ്ടായിരുന്നു, ത്രികാലജ്ഞാനിയായിരുന്നു. ചിലരെ വരുന്ന ആളുകളെ പേര് ചൊല്ലി വിളിക്കും. ഈ മരുത്താമലയില് അവസാനം ഇദ്ദേഹത്തിന് ഒരാൾ വിശന്നു വലഞ്ഞിരുന്നപ്പോൾ ഒരു കുഷ്ഠരോഗിയായ ഒരു മനുഷ്യൻ, ഭയങ്കര ഇരുട്ടാണ് ആ സമയത്ത്, മരുത്തോമലയിലാണ് കേട്ടോ, ഇവിടെയല്ല. അപ്പൊ അവിടെ ഒരാൾ വന്ന് ഈ വിശന്ന് വലഞ്ഞിരുന്ന ആള് കൊണ്ട് ഭക്ഷണം കൊടുത്തു അത്രേ. ഭക്ഷണം കൊടുത്തിട്ട് ഇദ്ദേഹം ഈ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് ഇത് കഴിച്ചിട്ട് നോക്കിയപ്പോ ഈ മനുഷ്യനില്ല, ആ കൊണ്ടുവന്ന ആളില്ല. ഏതായാലും അതിന്റെ പിറ്റേ ദിവസം ഉണ്ടല്ലോ, അവിടെ ഈ താഴ്വാരത്തിലേക്ക് അദ്ദേഹം കുറച്ച് ഇറങ്ങി ചെന്നപ്പോ അവിടെ ചില കുട്ടികളൊക്കെ കളിക്കുന്നു. ആ കളിക്കുന്ന കുട്ടികളുടെ പേര് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ, പക്ഷെ അദ്ദേഹം ചില കുട്ടികളെ പേര് ചൊല്ലി വിളിച്ചു. കുട്ടികളുടെ പേര് അതായിരുന്നു. അപ്പൊ ഇത് എന്താണ് ഇതിന്റെ പിന്നിലുള്ള കഥയെന്ന് അറിഞ്ഞുകൂടാ. ഇത് ഗീതാനന്ദ സ്വാമികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതിയ പലരും ഇത്തരത്തിലുള്ള അത്ഭുത കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള സിദ്ധിയെ പഴക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു സന്യാസിയോ, അങ്ങനെ ഒരാളെ കാണാനായിട്ട് ആളുകൾ വന്നു. വ്രതമാർന്ന് വരുന്നത്, അവര് വ്രതമാർന്നുകൊണ്ടാണ് വരുന്നത്. ഈ വ്രതം എന്ന് പറയുന്ന ഒരു ത്യാഗമല്ലേ. വെറുതെ ഒന്നും നമുക്ക് ബോധം കിട്ടേല. നമുക്ക് ശരിക്കും ഉള്ളിലേക്ക് ജ്ഞാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മള് ചിലതെല്ലാം ത്യജിക്കണം. നമ്മുടെ സുഖങ്ങള്, നമ്മുടെ ഭക്ഷണം, നമ്മുടെ സുഖലോലുപമായ പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കണം. എന്നാലേ നമുക്ക് യഥാർത്ഥത്തിലുള്ള ബോധം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ത്യജിച്ചുകൊണ്ട് വ്രതനിഷ്ഠയോടുകൂടി സ്വാമിയെ കൈവണങ്ങാനായിട്ട് അവിടെ ആളുകൾ വന്നു. ആ സമയത്താണ് ഗുരുവിന്, അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ആൾക്കാർ വരുമ്പോഴാണ് ഗുരുവിന് തോന്നുന്നത് ഒരു പ്രതിഷ്ഠ വേണം. അപ്പോഴ് പുഴയിൽ കിടന്നൊരു കല്ലെടുത്തു ശിവനായവർക്കു പ്രതിഷ്ഠ ചെയ്തു. ഗുരു പിൻവരും ശാന്ത വിപ്ലവത്തിൻ പ്രഥമമായുള്ള പരീക്ഷണം പോൽ മതവൈര്യം ജാതി വ്യത്യാസമേതും ഇയലാതെ സർവരും സോദരരായി മരുവുന്ന മാതൃകാസ്ഥാനമാമീ സ്ഥലമെന്നനുഷ്ടുപ്പും
ഒന്നു ചൊല്ലി. അപ്പൊ അങ്ങനെ ഗുരുവിന് തോന്നി തുടങ്ങി, ഇവിടെ ഒരു പ്രതിഷ്ഠ വേണം. നമുക്ക് പ്രതിഷ്ഠകളൊന്നുമില്ല, നമുക്ക് മാടനും മറുതയും യക്ഷിയും ഒക്കെയാണല്ലോ അന്നത്തെ പ്രതിഷ്ഠ. ഇവിടെ ഒരു പ്രതിഷ്ഠ വേണം. ആ പ്രതിഷ്ഠ ചെയ്യാനായിട്ട് എന്താ വഴിയെന്ന് കൂടെ ഇരുന്നവരൊക്കെ അതൊക്കെ വഴി പോലെ സംഭവിച്ചോളും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ഒരു ശിവരാത്രി ദിവസം അവിടെ ആൾക്കാർ, അപ്പൊ ശിവരാത്രി ദിവസം ഇവിടെ ആളുകള് ഗുരു വന്നതിന് ശേഷം ഇവിടെ തടിച്ചു കൂടാനായിട്ട് തുടങ്ങി. ശിവരാത്രി വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇവിടെ ആ വന്ന സമയത്ത് ശരിക്കും പിന്നെ ഈ പിന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠ നടത്താനായിട്ട് ഗുരു അങ്ങനെ വിചാരിക്കാൻ, ഇവിടെ ലൈറ്റ് പോയി കേട്ടോ, എനിക്കതൊന്നും കാണാൻ പറ്റുന്നില്ല. ഏതായാലും ഞാൻ പറയാം. അപ്പൊ ഏതായാലും അങ്ങനെ ആ ഇവിടെ കിടന്ന ഈ കല്ലെടുത്ത്, അപ്പൊ അവിടെ ഈ സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തില് പിന്നെ ആരും ഒന്നും അറിഞ്ഞില്ല. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ഒരു പ്രതിഷ്ഠയൊക്കെ നടത്തപ്പോ എവിടെയെല്ലാം നമ്മൾ പോകും, ഏതെല്ലാം ജ്യോത്സ്യന്മാരെ കാണും, എത്ര മുഹൂർത്തം കുറിക്കും, 2-3 മുഹൂർത്തങ്ങൾ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു മുഹൂർത്തമാണ് നമുക്ക് ഉചിതമായ ഒരു മുഹൂർത്തമാണ് നമ്മൾ പ്രതിഷ്ഠയ്ക്ക് എടുക്കുന്നത്. ഒരു ജ്യോത്സ്യനെയും കണ്ടില്ല, ഒരു മുഹൂർത്തവും കുറിച്ചില്ല, ഒരു സമയവും കണ്ടെത്തിയില്ല. അപ്പൊ ശിവരാത്രി ദിവസമാണ് അവിടെ ആൾക്കാര് ശിവരാത്രി വ്രതത്തിനായിട്ട് നമ്മൾ ശിവായ മന്ത്രവുമായിട്ട് ആൾക്കാർ അവിടെ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് ഇന്ന് പ്രതിഷ്ഠ നടത്തുമെന്ന് പറഞ്ഞു. അദ്ദേഹം തന്റെ അനുയായികളോടൊക്കെ പറഞ്ഞു അങ്ങനെ പ്രതിഷ്ഠ നടത്താനായിട്ട് പോവുകയാണ്. അപ്പൊ അവിടെ ഈ സമയത്ത് ഈ ഗുഹയില് ധ്യാനത്തിലിരിക്കുകയാണ്. നമ്മുടെ ഈ അയ്യപ്പൻ മാഷ് പറഞ്ഞ ഗുഹയില് ധ്യാനത്തിലിരിക്കുകയാണ്. രാത്രി 12 മണി കഴിഞ്ഞു. 12 മണി കഴിഞ്ഞപ്പോ ഇദ്ദേഹം ഒന്നുകൂടി എഴുന്നേറ്റ് പോയി കുളിച്ച് ഈറനായി വന്ന് എല്ലാ ഒരുക്കങ്ങളും സജ്ജമായോ എന്ന് ചോദിച്ചു. ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുക്കം എന്ന് പറയുന്നത് അവിടെ കൊടി തോരണങ്ങൾ വേറെ ഒന്നുമില്ല, കുരുത്തോലയുണ്ട്. ഒരു നാദസ്വര വിദ്വാൻ അവിടെ വന്നിരിപ്പുണ്ട്. ഇങ്ങനെ ചെറിയ വിളക്കുകളുണ്ട്, അതില് വിളക്ക് എത്തിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും അവിടെ ഈ നെയ്യാറിന് അഭിമുഖമായിട്ട് കിഴക്ക് വശത്ത് ഒരു പാറയുണ്ട്. ആ പാറയാണ് പീഠമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. ആ പാറയ്ക്ക് മുകളിൽ ഒരു ചെറിയ പന്തലിട്ടിട്ടുണ്ട്, അതില് ഈ കുരുത്തോല കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഒരുക്കങ്ങൾ. പിന്നെ നമ്മൾ ഒരു പ്രതിഷ്ഠ നടത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഈ സമയത്ത് ഇദ്ദേഹം അവിടെ നിന്ന് വന്ന് കുളിച്ചു കയറി വന്നിട്ട് ശരിയെല്ലാം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം ഇറങ്ങി പോവുകയാണ്. കർത്തവാവ് ദിവസമാണ്, നമ്മൾ ആലോചിക്കണം, ശിവരാത്രിയാണ്, കർത്തവാവ് ദിവസമാണ്. ആ കർത്തവാവ് ദിവസം ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് ശങ്കരൻകുഴിയിലേക്ക്. നെയ്യാറിന്റെ മധ്യത്തിലുള്ള ആ ശങ്കരൻകുഴിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. ഒരു കോമള വിഗ്രഹം, ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടല്ലോ, ഇങ്ങനെ നടന്നു പോകുമ്പോഴുള്ള ഒരു തിളക്കം, അവിടെയുള്ള ആ വിളക്കിന്റെ പ്രഭയില് ഒരു സ്വർണ്ണ വിഗ്രഹം ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയാണ് അവിടെയുള്ളവർക്ക് തോന്നിയത്. ശങ്കരൻകുഴിയിലേക്ക് ചെന്നു, ഒന്ന് മുങ്ങി അദ്ദേഹം പൊങ്ങി, രണ്ടാമത് മുങ്ങി അദ്ദേഹം പൊങ്ങി, മൂന്നാമത് ധ്യാനനിമഗ്നനായി നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം മുങ്ങിയിട്ട് ഇദ്ദേഹം പൊങ്ങുന്നില്ല. എല്ലാവരും വിഷമിച്ച് നോക്കി നിൽക്കുകയാണ്. ഇദ്ദേഹം പൊങ്ങി വരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ എവിടെയാണോ അദ്ദേഹം മുങ്ങിയത്, ആ മുങ്ങിയതിന്റെ തൊട്ടപ്പുറത്തായിട്ട് 2-3 കുമിളകൾ ഇങ്ങനെ പൊങ്ങുന്ന ഗുളുഗുളു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. അവിടെ നിന്ന് അദ്ദേഹം പൊങ്ങി വരുന്ന ഗുരുസ്വാമിയുടെ കയ്യില് ശരിക്കും ഒരു കുഴവി പോലെയുള്ള, അമ്മിക്കുഴവി പോലെയുള്ള ഒരു ശിലയുണ്ടായിരുന്നു. ആ ശില മാറോട് അടുക്കി പിടിച്ചിട്ടുണ്ട്. 2 കൈ കൊണ്ട് അദ്ദേഹം മാറോട് അടുക്കി പിടിച്ചിരിക്കുകയാണ്.
അങ്ങനെ മാറോട് അടുക്കി പിടിച്ചിരിക്കുന്ന ആ ശിലയും കൊണ്ട് ഇദ്ദേഹം നേരെ വന്നിട്ട് ആ പീഠം ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ നദിക്ക് അഭിമുഖമായിട്ട് കിഴക്ക് വശത്ത് കൊടിതോരണം ഈ കുരുത്തോലകൾ അലങ്കരിച്ചിരുന്ന ആ പീഠത്തില് അവിടെ ഈ വിഗ്രഹവും പിടിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ്. സമയം കടന്നുപോയി, ഒരുപാട് സമയം കൊലായിട്ട് വന്നു, സമയം കടന്നുപോയി. അങ്ങനെ സമയം കടന്നു പോയപ്പോഴേക്കും എന്താണ്, അരമണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 2.5 മണിക്കൂർ, 3 മണിക്കൂർ കഴിഞ്ഞു പോയി. 3 മണിക്കൂർ കഴിഞ്ഞു പോയപ്പോഴാണ്, ആ സമയം നാളുകളെ നോക്കുകയാണ്, ഗുരുസ്വാമി കരയുകയാണ്. ഗുരുസ്വാമിയുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുകുകയാണ്. ജനിച്ചപ്പോ പോലും കരഞ്ഞിട്ടില്ല ഗുരുസ്വാമി. വർഷങ്ങളായിട്ട് തൻ്റെ ആൾക്കാര്, തൻ്റെ സഹോദരങ്ങള് അനുഭവിക്കുന്ന എന്താണ് ദയനീയമായ ഈ ദൈന്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ അവർക്കായിട്ട് ഒരു പുതിയ ശിവനെ, ഒരു ദൈവത്തെ ഒന്ന് കാണാനായിട്ട്, കൊടുക്കാനായിട്ട്, ഒന്ന് കണ്ട് നമസ്കരിക്കുവാനായിട്ട് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഗുരുസ്വാമി അവിടെ നിന്ന് കരയുകയാണ്. ആദ്യം ആൾക്കാർ വിചാരിച്ചത് ഈ വെള്ളം ഒഴുകി പോകുന്നു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഗുരു കരയുകയാണ്. ഗുരു കരയുന്ന, ശരിക്കും അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു തരം സമാധിയാണ്. ബ്രഹ്മത്തെ തിരിച്ചറിയുമ്പോൾ നളിനിയിൽ ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ കുമാരനാശൻ പറയുന്നുണ്ട്. അത് ശരിക്കും സുപ്തിയല്ല, ലയമല്ല, യോഗമല്ല എന്ന് പറയുന്നുണ്ട് നളിനി ആർജിച്ചത്. അതുപോലെ പരബ്രഹ്മത്തെ തിരിച്ചറിയുമ്പോൾ അനുഭവിക്കുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, ആനന്ദവും ഗുരുസ്വാമി അനുഭവിച്ചിരിക്കാം. ഈ ലക്ഷോപലക്ഷം ആൾക്കാര് അനുഭവിക്കുന്ന ദൈന്യം അതും ഗുരുസ്വാമിയുടെ മനസ്സിലൂടെ കടന്നു പോയിരിക്കാം. ഇതെല്ലാം സമ്മിശ്രമായിട്ട്, ഈ വികാരങ്ങളുടെ സമ്മിശ്രമായ സമ്മേളനത്തിന്റെ ഫലമായിട്ട് ഗുരുസ്വാമി കരയുകയാണ്. വെളുപ്പിന് 3 മണി കഴിഞ്ഞു, പെരുമീൻ ഉദിച്ചു. ആ സമയം ഇദ്ദേഹം ആ ശിലയില്, ശരിക്കും ആ ശില ആ പാറയില് പ്രതിഷ്ഠിക്കുകയാണ്. അതായിരുന്നു മുഹൂർത്തം. ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു മുഹൂർത്തമായിരുന്നു അത് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് ആരാധനയ്ക്കായിട്ട് അവകാശം ഉണ്ടാക്കി തന്ന, സ്വാതന്ത്ര്യം ചൊരിഞ്ഞു തന്ന ഒരു ധന്യാത്മാവിന്റെ ചരിതം, പാവനമായ ചരിതം, അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോ മതവൈര്യം ജാതി വ്യത്യാസമേതും ഇയലാതെ സർവരും സോദരരായി മരുവുന്ന മാതൃകാസ്ഥാനമാമി സ്ഥലമെന്നനുഷ്ഠിക്കും. പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ക്ഷേത്രമുണ്ടായത്. അവിടെയാണ് അദ്ദേഹം എഴുതി വെച്ചത്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. സ്ഥാനമാം ഇത്, ആണിത് എന്നാണ് ഇപ്പൊ പലരും പറയുന്നത്. മാതൃകാസ്ഥാനമാകും ഇത്. ജാതിഭേദം മതദ്വേഷം, ജാതിഭേദമില്ലാതെ, മതദ്വേഷമില്ലാതെ, ഏതുമില്ലാതെ സർവരും സോദരത്വേന. ആ സോദരത്വേന എന്ന വാക്കിനുണ്ടല്ലോ, അതാണ് ഈ ഗുരുസ്വാമിയുടെ കൃതികൾ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും സംസ്കൃതം പഠിക്കണം. സോദരത്വേന എന്ന വാക്കിന് സഹോദരങ്ങളെ പോലെ എന്നല്ല അർത്ഥം, സഹോദരങ്ങളായി എന്നാണ്. സഹോദരങ്ങളെ പോലെ എന്നല്ല, സഹോദരങ്ങളായി വാഴുന്ന മാതൃകാസ്ഥാനമായി ഇത് മാറും. നാളെ ഇതൊരു മാതൃകാസ്ഥാനമാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല, അത്തരം ഭേദങ്ങളൊന്നുമില്ല, എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള ചിന്തയില് ഇത് വാഴുന്ന ഒരു മാതൃകാസ്ഥാനമായി മാറുമെന്ന് ഗുരു അരുളി ചെയ്യുകയും അവിടെ എഴുതി വെക്കുകയും ചെയ്തു. അനുഷ്ഠുപ്പ് വൃത്തത്തിലാണ് അത് എഴുതിയത്. എന്തൊരു വിപ്ലവമാണ് ഉണ്ടാക്കിയത്.
ചോദിക്കാൻ വന്ന ആൾക്കാരോട്, ഇതിനെ എതിർത്ത ആൾക്കാരോട് സ്വന്തം സമുദായത്തിൽ നിന്നാണ് ഏറ്റവും അധികം ചോദ്യങ്ങൾ ഉണ്ടായത്. സവർണരും ചോദ്യം ചെയ്തു. അപ്പോഴൊക്കെ ഗുരു പറഞ്ഞു, നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. ഓരോരുത്തർക്കും ഓരോ ദൈവം ഇല്ലേ? ആ ദൈവം ഒന്നാണ്. നാം നമ്മുടെ ദൈവത്തെയാണ്, നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞു. എന്നിട്ടോ അതൊരു വലിയ വിപ്ലവമായിരുന്നു. അതൊരു വലിയ തുടക്കം. ശരിക്കും അതൊരു വലിയ മനുഷ്യ മനസ്സില് വിപ്ലവത്തിന്റെ ബോംബ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മഹാസംരംഭം ആയിരുന്നു. അതിന്റെ തുടക്കക്കാരനായിരുന്നു ആര്? നമ്മുടെ ഗുരുദേവൻ. ഗഹനമാം അദ്വൈതമാത്മചിന്ത കവിത തന്നൂറു മണികളാക്കി, ഒരു മാല കൈരളിക്കെന്നും ചൂടാൻ ഗുരുവിങ്ങു വാഴ്കവെ കോർത്തുവെച്ചു. അത് മാത്രമല്ലല്ലോ, എന്നിട്ട് ഗുരു അവിടെ അല്ലല്ലോ ഇരുന്നത്. ഗുരു എന്നിട്ട് ജനസാമാന്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആ ജനസാമാന്യത്തിന്റെ പ്രശ്നങ്ങളെ കാണാനായിട്ട്, അത് പരിഹരിക്കാനായിട്ട്, അത് ദൂരീകരിക്കാനായിട്ട് മഹാസന്യാസം വെടിഞ്ഞുകൊണ്ട്, ആത്മതപസ് ബലി ചെയ്തുകൊണ്ട്, ആശാൻ പറഞ്ഞത്, അയ്യപ്പൻ മാഷ് നേരത്തെ മഹാസന്യാസമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗുരുവിനെ. അപ്പൊ ശരിക്കും തന്റെ ആത്മതപസ് പോലും ബലി ചെയ്തുകൊണ്ട് അവിടെ ഇരുന്ന് തപസ്സിന്റെ ഏതേത് ലോകങ്ങളിൽ ഗുരുവിനെത്താമായിരുന്നു. അതെല്ലാം ത്യജിച്ചു. പാവപ്പെട്ടവർക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി, നമ്മളെപ്പോലെയുള്ള ലക്ഷോപലക്ഷം ആളുകൾക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു, എല്ലാം വലിച്ചെറിഞ്ഞു. എല്ലാ സുഖങ്ങളും, എന്തിന് തപസ് പോലും വലിച്ചെറിഞ്ഞുകൊണ്ട് ജനമധ്യത്തിലേക്ക്, ജനസഞ്ചയത്തിലേക്ക്, അവരുടെ പ്രശ്ന നിവാരണത്തിലേക്ക്, അവരുടെ കണ്ണുനീരൊപ്പുവാനായിട്ട്, അവരെ സഹായിക്കാനായിട്ട്, ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഈ മനുഷ്യ സേവ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര സേവ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഗുരു ഇറങ്ങി വരികയാണ്. അതാണ് സന്യാസം. അപ്പൊ ഈ സന്യാസം എന്ന് പറയുന്ന കവിതയിൽ ഗുരു പറയുന്നുണ്ട്, യഥാർത്ഥത്തിലുള്ള സന്യാസി എന്ന് പറയുന്നത് പരോപകാരാർത്ഥം ജനത്തിന്റെ സമുച്ചയത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നവനാകണം. അല്ലാതെ ഒരിടത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് രാമനാമം ജപിച്ചത് കൊണ്ട്, മന്ത്രോച്ചാരണം നടത്തിയത് കൊണ്ട് സന്യാസിയാവുകയില്ല. യഥാർത്ഥത്തിലുള്ള സന്യാസി എന്ന് പറയുന്നത് ശരിക്കും പരോപകാര പ്രദമായിട്ട് ജീവിക്കുന്ന ആളായിരിക്കണം. തന്റെ ആയുസ്, തന്റെ വപുസ്, തന്റെ ആത്മതപസ് ഒക്കെ മനുഷ്യർക്ക് വേണ്ടി, ജീവജാലങ്ങൾക്ക് വേണ്ടി ബലി കൊടുക്കുന്ന ആളായിരിക്കണം. അങ്ങനെയുള്ള ഒരു സന്യാസിയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ. എന്നിട്ടോ അദ്ദേഹം ഗഹനമാം അദ്വൈതമാത്മചിന്ത കവിത തന്നൂറു മണികളാക്കി, ഒരു മാല കൈരളിക്കെന്നും ചൂടാൻ ഗുരുവിങ്ങു വാഴ്കവെ കോർത്തുവെച്ചു. അദ്വൈത ചിന്താ പദ്ധതിയില് ഗഹനമായ കാര്യങ്ങളാണ് ആത്മോപദേശ ശതകം. അതാണ് 100 മണി എന്ന് പറഞ്ഞിരിക്കുന്നത്. കണ്ട, 100 മണികളാക്കി, 100 ശ്ലോകങ്ങളിലാക്കി. ഒരു മണി എന്ന് പറയുന്ന ഒരു ശ്ലോകമാണ്. എന്തൊരു ഭക്തിയില സഹോദരൻ അയ്യപ്പൻ പറയുന്നതെന്ന് നോക്കിക്കേ. ഈ സഹോദരൻ അയ്യപ്പനാണ് ഗുരുവിനോട് ഭക്തിയില്ല എന്ന് പറയുന്നത്. യുക്തിവാദിയാണ്, ശരിയാണ്. സയൻസിനെ കൂട്ടുപിടിക്കുന്ന ആളാണ്, ശരിയാണ്. 100 സൂര്യന്മാർ ഉദിച്ചാലും ഉദിച്ചാൽ പോലും മാറാത്ത കൂരിരുൾ നീക്കുന്നത് സയൻസ് ആണെന്ന് പറഞ്ഞതാണ് സയൻസ് ദശകത്തില്. ദൈവദശകം എഴുതിയപ്പോൾ അദ്ദേഹം ശരിക്കും എഴുതിയത് സയൻസ് ദശകമാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രബോധത്തിലൂടെ സഞ്ചരിച്ച ഗുരുവിന്റെ പാത അയ്യപ്പൻ കണ്ടിരുന്നു, അയ്യപ്പൻ മാഷ് കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ പാദരേണുക്കളുടെ തൊട്ട് തലേ വെച്ചിട്ട് അയ്യപ്പൻ മാഷ് നടന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എഴുതാൻ പറ്റില്ല. തന്റെ ഗുരുവായിട്ട്, തന്റെ ദൈവമായിട്ട് കണ്ടിരുന്നു. അതല്ലേ സമാധി ഗാനം വായിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്ന. ഞാൻ ആദ്യം സത്യം പറഞ്ഞ സമാധി ഗാനം എടുക്കാന്നാ വിചാരിച്ചത്. ഞാൻ വേണ്ടാന്ന് വെച്ചത് കരഞ്ഞു പോകും അത് വായിക്കുമ്പോൾ. അത്ര ഭക്തി നിർഭരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പം
അങ്ങനെ ഗഹനമാം അദ്വൈതമാത്മചിന്ത കവിത തന്നൂറു മണികളാക്കി ഒരു മാല കൈരളിക്കെന്നും ചൂടാൻ ഗുരുവിങ്ങു വാഴ്കവേ കോർത്തു വെച്ചു. ആത്മോപദേശ ശതകത്തില് അത് മൃഗേന്ദ്ര മുഖം എന്ന് പറയുന്ന ഒരു വൃത്തത്തിലാണ്. അദ്ദേഹം വളരെ വിരളമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ഒരു വൃത്തമാണ്. അപ്പൊ അതില് ശരിക്കും ഒരു വ്യക്തി അവനോട് തന്നെ, ആത്മോപദേശ ശതകം എന്ന് പറയുന്നത് ശരിക്കും അദ്വൈത ചിന്താ പദ്ധതിയിലെ സാരങ്ങൾ അടങ്ങിയതാണ് എന്ന് നമ്മൾ ഗ്രഹിക്കുന്നതിനോടൊപ്പം അവനവനോട് ചെയ്യേണ്ടുന്ന ഒരു പ്രാർത്ഥന കൂടിയാണ്. ഞാൻ നന്നാവാനായിട്ട്, വ്യക്തി നന്നാവാനായിട്ട്. സമൂഹം നന്നാകണമെങ്കിൽ വ്യക്തി നന്നാകണം, വ്യക്തി നന്നാകണമെങ്കിൽ മനസ്സ് നന്നാകണം. അങ്ങനെ മനസ്സ് നന്നാകാനായിട്ടാണ് യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാകണമെന്ന് പറയുന്ന കവിതയാണ് ആത്മോപദേശ ശതകം. അത് അവനവനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അങ്ങനെ ഗുരുവിങ്ങു വാഴ്കവേ കോർത്തു വെച്ചു സമുദായ സാഹിത്യ രാഷ്ട്രമത ചതുർമുഖ സേവന വൈഭവങ്ങൾ ഗുരുസന്നിധിയിലെ വീടമേബി നവകേരള കവി സംഭരിച്ചു. സമുദായം, സാഹിത്യം, രാഷ്ട്രം, മതം, ഇങ്ങനെ ചതുർമുഖമായ സേവന വൈഭവങ്ങൾ ഒരു സന്യാസിയാണ് ചെയ്തതെന്ന് ആലോചിക്കണം. സമുദായത്തെ ശുശ്രൂഷിച്ചു, രാഷ്ട്രത്തെ ശുശ്രൂഷിച്ചു, സാഹിത്യത്തെ ശുശ്രൂഷിച്ചു, മതത്തെ ശുശ്രൂഷിച്ചു. എല്ലാ മതവും ഒന്ന്, പല മതസാരവുമേകം എന്ന് പറഞ്ഞു. ധർമ്മത്തിൽ അടിസ്ഥിതമായിരിക്കണം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു. അനുകമ്പയുണ്ടായിരിക്കണം, ആ അനുകമ്പ ഉള്ളവനാണ് ജീവി എന്ന് പറഞ്ഞു. ഗുരു പറഞ്ഞു. അങ്ങനെ സമുദായ സാഹിത്യ രാഷ്ട്രമത ചതുർമുഖ സേവന വൈഭവങ്ങൾ ഗുരുസന്നിധിയിലെ വീണമേ നവകേരള കവി സംഭരിച്ചു. ഗുരുസന്നിധിയില് സമുദായം, സാഹിത്യം, രാഷ്ട്രം, മതം എന്ന് വേണ്ട എല്ലാ മാനുഷിക മൂല്യങ്ങളും, എല്ലാ നന്മകളും, സത്യവും ധർമ്മവും അഹിംസയും ഒക്കെ ഇവിടെ വാഴാനായിട്ട് ഈ ഗുരുവിലെ കവി ഉണ്ടല്ലോ, ആ കവി തൻ്റെ കവിതകളിൽ തൻ്റെ ഇത്തരത്തിലുള്ള വൈഭവങ്ങള് സംഭരിച്ചു വെക്കുകയും ചെയ്തു എന്ന് ഒരർത്ഥം. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് ഗുരുസന്നിധിയില് നവകേരളത്തിലെ കവികളെല്ലാം യഥാർത്ഥത്തിൽ സമുദായത്തെയും സാഹിത്യത്തെയും രാഷ്ട്രത്തെയും മതത്തെയും സേവിക്കാനായിട്ട്, ഗുരുവിന്റെ വൈഭവങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഗുരുവിന്റെ കൃതികളിൽ അഭയം പ്രാപിച്ചു എന്നും വേണമെങ്കിൽ ഒരർത്ഥം ഇവിടെ ഗ്രഹിക്കാം. അപ്പൊ സത്യം പറഞ്ഞാൽ ഗുരു പറഞ്ഞ പാതയിലൂടെയാണ് നമ്മുടെ സഹോദരൻ അയ്യപ്പൻ നീങ്ങിയത്. ഒരണുവിട പോലും തെറ്റിയിട്ടില്ല, അല്പം പോലും വ്യതിചലിച്ചിട്ടില്ല. സമുദായം എന്ന് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഒക്കെ, ഇതിനെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇതെല്ലാം മനുഷ്യ നന്മയ്ക്കായിരിക്കണം, സാഹിത്യം ഉൾപ്പെടെയുള്ളത് മനുഷ്യ നന്മയ്ക്കായിരിക്കണം എന്ന് ഗുരുവിന്റെ പാഠത്തിൽ നിന്ന് ഗ്രഹിക്കുവാനായിട്ട് നവകേരളത്തിലെ കവിയായ സഹോദരൻ അയ്യപ്പനും സാധിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കടപ്പാട്, കൃതജ്ഞതാ നിർഭരമായ ഒരു സമർപ്പണം കൂടിയാണിത്. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗുഹയുടെ കഥയെന്ന് പറയുന്ന ഈ കവിത. സത്യം പറഞ്ഞാൽ ഈ കവിത ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, പക്ഷെ ഒരുപാട് സമയപരിമിതി ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി എന്ന് എനിക്കറിയാം. ഇത് സശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുമ്പിൽ എൻ്റെ വിനീതമായ ഹൃദയം ഞാൻ കാഴ്ചവെക്കുന്നു, എൻ്റെ നന്ദിയും കാഴ്ചവെക്കുന്നു. ഞാന് എന്താണ് ഇത് ഈ ഒരു സത്യം പറഞ്ഞാൽ ഒരു
മഹത്തായ ഒരു സംരംഭമായിരുന്നു നിങ്ങൾ ഈ ചെയ്യുന്നത്. ഗുരുവിന്റെ വൈഭവം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ബാക്കിയുള്ള കവികൾ എഴുതിയ കവിതകൾ സംഭരിച്ചെടുക്കുകയും അത് ഇതുപോലെയൊക്കെയുള്ള നമ്മളെപ്പോലെ അല്പജ്ഞാനികളായ ആൾക്കാരെ പറയുന്നത് എങ്കിലും അത്രയെങ്കിലും ഒക്കെ ജനതതിയിലേക്ക് എത്തിക്കാൻ നടത്തുന്ന ഈ ശ്രമം അത് ഇനിയും മുന്നോട്ട് പോകട്ടെ, അത് വിജയിക്കട്ടെ, എല്ലാവരെയും ഗുരുദേവൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുദേവ സന്നിധിയിൽ ഞാനിത് സമർപ്പിക്കുന്നു. എന്റെ വിനീതമായ നമസ്കാരം. വളരെ നന്ദി ലേഖ ടീച്ചർ.